യേശു കർത്താവ് ഇഹലോകത്തിൽ ജഡം ധരിച്ച് പ്രവേശിക്കുന്നതിനും മുമ്പ് തന്നെ യേശുവിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരുന്നു. അത് പഴയ നിയമത്തിലുടനീളം കാണാം. പരോക്ഷമായും പ്രത്യക്ഷമായും യേശുവിനെക്കുറിച്ചുള്ള ചർച്ചകൾ. യേശുവിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രാചീനമായ ചിന്ത ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും, പാമ്പിൻ്റെ തല തകർക്കും. തൊട്ടു താഴത്തെ വാക്യം, പാമ്പിനോട് നീ അവൻ്റെ കുതികാൽ തകർക്കും, അവൻ പാമ്പിൻ്റെ തലയും തകർക്കും. ഈ പ്രവചനം യേശുവിന് മാത്രം ചേരുന്നതല്ല, സ്ത്രീയുടെ മുഴുവൻ സന്തതിക്കും അതുവഴി യേശുവിനും ചേരുന്നതാണ്. മാനവരാശിയുടെ മുമ്പോട്ടുള്ള ഗമനത്തിൻ്റെ, മനുഷ്യരാശിയുടെ ദൈവാവബോധത്തിലേക്കുള്ള യാത്രയുടെ വഴിതടഞ്ഞ പിശാച് മനുഷ്യൻ്റെ കുതികാൽ തകർത്തു. ആ തകരപ്പെട്ട കുതികാൽ കൊണ്ട് അവൻ്റെ അന്വേഷണത്തിൻ്റെ യാത്ര ചില മതങ്ങളിൽ ചെന്ന് അവസാനിച്ചു, അല്ലെങ്കിൽ നിരീശ്വരത്വത്തിൽ അവസാനിച്ചു, അതല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനരഹിതമായ ബോധങ്ങളിൽ അവസാനിച്ചു. മനുഷ്യനെന്ന് മുതൽ ദൈവമാർഗമാരാഞ്ഞ് പല വഴിക്ക് പല വിധത്തിലായി തീർന്നു. സാത്താന്യശക്തിയുടെ തല തകർത്തുകൊണ്ട് ജയമെടുത്ത ഒരുവനെയുള്ളൂ, അത് യേശുവാണ്. തല തകർത്തു. തല തകർത്തുന്നതുകൊണ്ട് ഇപ്പോൾ പിശാചില്ല എന്നാണോ അർത്ഥം? ചിലർ പറയാറുണ്ട് തല മയങ്ങിക്കിടക്കാണ്, അതുകൊണ്ട് ഇപ്പോഴും അവനുണ്ട്. ഇതുവഴിയാണ് കൃപയുടെ സുവിശേഷം എന്ന പേരിൽ ഒരു തെറ്റായ പഠനം നമ്മുടെ ഇടയിൽ നിൽക്കുന്നത്. കൃപയുടെ സുവിശേഷം ബൈബിളിലുള്ളതാണ്, പക്ഷേ ഇവിടെ ചില പുള്ളികൾ പറയുന്ന കൃപയുടെ സുവിശേഷം ബൈബിളിലില്ല. ഗ്ലോറിയസ് ഗോസ്പൽ, തേജസ്സേറിയ സുവിശേഷം ബൈബിളിലില്ല, പക്ഷേ ചിലരതിനെ ദുരുപയോഗം ചെയ്തു ആ പദത്തെ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ യേശുനാമക്കാരനാണ്, ഞാൻ യഹോവ സാക്ഷിക്കാരനാണ്. തെറ്റുവല്ലുണ്ടോ? പക്ഷെ ആ സംഘടനപ്പെട്ട ആളല്ല. ആ സംഘടനകൾ തെറ്റായിട്ടാണ് പഠിപ്പിക്കുന്നത്. നമ്മളെല്ലാം യഹോവയുടെ സാക്ഷികളല്ലേ. ഏറ്റവും പവിത്ര നാമമല്ലേ യേശുവിൻ്റെ നാമം? നമ്മളതാണ്, തർക്കം വേണ്ട. യഥാർത്ഥ യേശുനാമം നമ്മളാണ്. യഥാർത്ഥ യേശുനാമക്കാരൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിക്കപ്പെട്ടവൻ. അത് യേശു പഠിപ്പിച്ചതാണ്. യേശു പഠിപ്പിച്ചത് ചെയ്യുന്നതാണ് യേശുനാമക്കാരൻ. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ വിശദീകരിക്കാം. അപ്പോൾ സാത്താൻ ഇന്നില്ലേ? തല തകരപ്പെട്ടെങ്കിൽ അവൻ പിന്നെ കാണാൻ പാടില്ലല്ലോ. തല തകർന്നാൽ പിന്നെ ചലനമില്ല. പാമ്പിൻ്റെ തല തകർന്നാൽ ഈ ചലിക്കുന്ന പോലെ തോന്നുന്നത് ഒരു മസിലിൻ്റെ ആക്ഷനാണ്, അതിന് ജീവനൊന്നുമില്ല. ഇവൻ പണ്ടേ പോയി. അത് ഈ പാമ്പ് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും തല വെട്ടിയാൽ കുറച്ച് നേരം ഇങ്ങനെ ചാടും. കോഴിയൊക്കെ കണ്ടില്ലേ? അങ്ങനെയാണ്. നമ്മൾ പാമ്പിനെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. തലയറുത്ത് കളഞ്ഞാൽ ഏത് ജീവിയും, മനുഷ്യൻ പോലും അങ്ങനെ ചാടിപ്പോവും. അങ്ങനെയാണ്. അത് സ്വാഭാവികമായ ആ ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ടല്ലോ മനുഷ്യ ശരീരത്തിലെ, മൃഗജാലങ്ങളുടെയൊക്കെ, അതിങ്ങനെ ക്രമം തെറ്റാതെ സഞ്ചരിച്ചു കൊണ്ടിരുന്നതിന് പെട്ടെന്ന് പിടിച്ചു നിർത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വയലേഷൻ അതാണ് കാട്ടുന്നത്. ഇപ്പോൾ ചിലർ പറയുന്നു ഇന്ന് പാമ്പില്ല, അവനിങ്ങനെ ചെയ്യുന്നതൊക്കെ ഉള്ളൂ, എന്നിട്ട് ശാസിക്കുകയും ചെയ്യുന്നുണ്ട്, ഭൂതം വിട്ടു പോകുന്നുമുണ്ട്. ഇപ്പം പിന്നെന്താ ഇതിൻ്റെ അർത്ഥം? നമുക്ക് ഗ്രഹിക്കാം, ഉള്ളടക്കത്തിലൂടെ വരാം. സന്തോഷമാണോ? ശ്രദ്ധിച്ചിരിക്കണം ഇനിയുള്ള കാര്യം. അപ്പോൾ നമ്മൾ യേശുവിനെ കുറിച്ച് അങ്ങോട്ട് പറയാം, എന്നിട്ട് ഇങ്ങോട്ട് വരണം.
സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർത്തു. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും തകർത്തു, പൂർണ്ണമായും തകർത്തു. ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി, പൂർണ്ണമായും തകർന്നു. അപ്പോൾ പിന്നെ ആരാ ഇപ്പോൾ ശാസിക്കുന്നത്? ഏത് ബന്ധനമാണ് നമ്മൾ അഴിക്കുന്നത്? അതും പറയാം, അതുണ്ട്. അപ്പോൾ ഈ തകരപ്പെട്ടവനല്ലാതെ ഒരു പിശാചുണ്ടോ? ഇല്ല. അവനും അവൻ്റെ ഗണങ്ങളുണ്ട്, അല്ലാതൊന്നുമില്ല. അപ്പം പിന്നെന്താ സത്യം? ഗ്രഹിക്കണം. അതിലേക്ക് വരാം. കർത്താവായ യേശുക്രിസ്തു ആരെന്ന ചോദ്യം ചരിത്രാതീത കാലത്തിൽ ആരംഭിച്ചതാണ്. അനേക പ്രവാചകന്മാർ യേശുവിനെക്കുറിച്ചുള്ള ആലോചനകൾ തിരുവെഴുത്തിലൂടെ പ്രസ്താവിച്ചപ്പോൾ വായിച്ചവർക്കും വായിച്ചു കേട്ടവർക്കുമൊക്കെ ആശങ്ക, അത്ഭുതം, ആരാകും ഈ യേശു? യഹൂദ മതബോധം യേശുവിനെ പരിമിതപ്പെടുത്തിയാണ് കണ്ടത്. ഉള്ളളവിലൊന്നും അവർ കണ്ടില്ല. അവർ പറഞ്ഞു രക്ഷകനാണ്, മശിഹ അഥവാ അഭിഷിക്തനാണ്. പക്ഷെ പ്രവാചകന്മാർക്ക് തെറ്റിയില്ല. അവർ കൃത്യതയോടെ പറഞ്ഞു യേശു ആരാണ്. പണ്ട് യേശുവിനെക്കുറിച്ച് ഒരാൾ പ്രവചിച്ചത് സ്ത്രീയുടെ സന്തതി എന്നാണെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം തീരുമ്പോഴേക്കും യേശുവിൻ്റെ വിലാസം കുറെ കൂടി ദൃഢപ്പെട്ടു. അവൻ കേവലം ഒരു സ്ത്രീയുടെ സന്തതി എന്ന പരിമിതിയിൽ നിൽക്കുന്നില്ല. യേശു ജനിക്കുന്ന ഗോത്രം പ്രവചിക്കപ്പെട്ടു. യഹൂദ, ഒരു ബാലസിംഹം. പിന്നീട് ബിലയാം എന്നൊരു പ്രവാചകൻ വന്നു. അങ്ങനെ ഒരല്പം പ്രശ്നക്കാരനായൊരു പ്രവാചകനാണ്, വിഷയമുണ്ടാക്കിപ്പോയൊരു മനുഷ്യനാണ്. പക്ഷെ പ്രവചിച്ചപ്പോൾ ആക്കമുള്ള ഒന്ന് പ്രവചിച്ചിട്ടാണ് ശുശ്രൂഷ പോയത്. ശുശ്രൂഷ പോകും മുമ്പുള്ള പ്രവചനത്തിൽ അദ്ദേഹം പറയുക, യാക്കോവിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. അല്പം കഴിഞ്ഞ് സാക്ഷാൽ ദാവീദ് രാജാവ് വന്നു. എനിക്ക് ബൈബിൾ കഥാപാത്രങ്ങളിൽ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ദാവീദ്. കഥാപാത്രം എന്ന പേര് തെറ്റിദ്ധരിക്കല്ലേ, ക്യാരക്ടർ. ബൈബിളിൽ കഥയൊന്നുമല്ല, പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു പദം. ദാവീദിൻ്റെ 14ാം തലമുറയിലെ ചെറുമകനാണ് യേശു. 14 തലമുറയ്ക്കിപ്പുറത്തുള്ള ജഡപ്രകാരമുള്ള ഈ കുഞ്ഞു മകനെ പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദാവീദ് കുഞ്ഞുമോനെ എന്ന് വിളിച്ചില്ല, എൻ്റെ ചെറുകനെന്ന് വിളിച്ചില്ല, ഇവിടുത്തെ പയ്യനെന്ന് വിളിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ കൊച്ചുമകനെ ദാവീദ് കാണുകയും ചെയ്യും. അതൊരു അപൂർവ ഭാഗ്യമാണ്. നമ്മൾ 3ാം തലമുറയിലൊക്കെ കൊച്ചുമക്കളെ കണ്ടിട്ട് മരിക്കുന്ന, 4ാം തലമുറയിലൊക്കെ കണ്ടിട്ട് മരിക്കുമ്പോൾ പറയില്ലേ, അപ്പച്ചൻ വലിയൊരു ഭാഗ്യമുള്ള ആളാണ്, ഈ മോനെയും കണ്ടാൽ മരിച്ച്, കൊച്ചുമക്കളുടെ മക്കളെ. പക്ഷേ ദാവീദ് 14 തലമുറയ്ക്ക് ശേഷം തന്നിലൂടെ പിറവി കൊള്ളാൻ പോകുന്ന യേശുവിനെ ദർശനത്തിൽ കണ്ടു. ആ ദർശനത്തിൽ കണ്ട വേളയിൽ ഒരിക്കൽ പോലും വിളിച്ചില്ല കുഞ്ഞേന്ന്, ഒരിക്കൽ പോലും വിളിച്ചില്ല മോനേന്ന്, ഒന്നും വിളിച്ചില്ല. ഉണ്ണി, കുഞ്ഞേന്നൊന്നും വിളിക്കാതെ ഹൃദയം തുറന്നു വിളിച്ചു കർത്താവ്. എന്നും അവൻ വിളിച്ചത് കർത്താവ്. അതുകൊണ്ട് തീർന്നില്ല, എൻ്റെ കർത്താവെന്ന്. പിതാവാം ദൈവത്തെ വിളിക്കും കർത്താവ്, യേശുവിനെ വിളിക്കും എൻ്റെ കർത്താവ്. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രനോട് അരുളി ചെയ്യുന്നത്. ഇങ്ങനെയാണ് വിളിച്ചത്. രാജാധികാരമുള്ള മുതുമുത്തച്ഛൻ 14ാം തലമുറയിലെ മുത്തശ്ശനും കയറി വിളിച്ചു കർത്താവ്. എടാ ദാവീദ് കർത്താവെന്ന് വിളിച്ചവനെ ഏത് വകുപ്പിലാണ് നീ ഉണ്ണീശോ ആക്കിയത്? ആര് പറഞ്ഞു നിന്നോട്? നീ ദാവീദിനേക്കാൾ വലിയ പുള്ളിയാണ്. ഏത് ബന്ധത്തിലാണ്? നീ മടി കിടത്തി വളർത്തിയോ? നിനക്കെങ്ങനെ യേശു ഉണ്ണീശോ ആയത്? ചിലക്കിപ്പോഴും യേശു ഉണ്ണീശോയാണ്. ഡിസംബർ വരുന്നു, ഉണ്ണീശോയെ കാണാം. എല്ലാ വർഷവും വളർച്ചയില്ലാത്ത ഉണ്ണീശോയെ കൊണ്ട് നടക്കേണ്ടി വരുന്ന ഒരു ഗതികേടോർത്ത്
തിരുവെഴുത്ത് പഠിക്ക്. ഉണ്ണീശോ അല്ല, തിരുവെഴുത്തിലെ ദൈവപുത്രനെക്കുറിച്ച് അറിയണം. യേശുവിൻ്റെ ബ്ലഡ് റിലേഷനുള്ള ചിലരെ അങ്ങനെയൊക്കെ പറയാമോ എന്ന് എനിക്കറിയില്ല. യേശു എന്ന മനുഷ്യനോട് ബന്ധമുള്ള ചിലരുണ്ട്, മറിയയുടെ മകൻ എന്ന നിലയിൽ. ഈ മറിയയുടെ മകനായി ജനം കണ്ടു, യോസേഫിൻ്റെ മകനായി ലോകം കണ്ടു. ചിലർ വിളിച്ചു തച്ചൻ്റെ മകൻ, ശാസ്ത്രമറിയാത്തവൻ. ഈ മറിയയ്ക്കും യോസഫിനും യേശുവിനെക്കുറിച്ച് വലിയ താല്പര്യമായിരുന്നു. എപ്പോഴും വീട്ടിലിരിക്കണം. അവരുടെ മാത്രമല്ല, നമ്മുടെ എല്ലാ ആഗ്രഹം യേശു എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കണമെന്നല്ലേ. അങ്ങനെയാണ്. പക്ഷെ ഒരു ദിവസം യേശുവിനെ കാണാനില്ല. ദേവാലയത്തിലിരിക്കുക. മറിയ വന്നിട്ട് പറഞ്ഞു, നീ ഞങ്ങളെ വിഷമിപ്പിക്കുകയാണോ? എന്താ ഇങ്ങനെ കാണാതെ പോയേ? യേശുവിൻ്റെ മറുപടി, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ? സ്തോത്രം. യേശു പറയാ, തനിക്കൊരു പിതാവുണ്ട്, നിങ്ങളാരും അവനെ കണ്ടിട്ടില്ല. കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നെ കണ്ടാൽ മതി. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വെളിപ്പെട്ടു വന്ന രക്ഷകനാണ് കർത്താവായ യേശു. അത് വിശദീകരിക്കാം. മുമ്പോട്ട് പോകാം അല്പം കൂടി. ബഹുമാനരി, ഈ മറിയ ഒരിക്കൽ പോലും മോനെ യേശുവിനെ വിളിച്ച് നമ്മൾ കാണുന്നില്ല, കുഞ്ഞേന്ന് വിളിച്ച് കാണുന്നില്ല, ഉണ്ണീന്ന് വിളിച്ച് കാണുന്നില്ല. കാരണം മറിയ നല്ല വിവരമുള്ള ഒരു സ്ത്രീയായിരുന്നു, നല്ലൊരു സ്ത്രീയായിരുന്നു. തന്നെല്ലാം മറിയയ്ക്ക് അത്ഭുതം തോന്നുന്നൊരു സംഭവം യേശുവിൻ്റെ ജനനത്തിന് 8-ാം ദിവസം ഉണ്ടായി. യേശുവിനെ ദേവാലയ കർമ്മങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരിക. യേശുവിനെ ദേവാലയ കർമ്മങ്ങൾക്ക് കൊണ്ടുവരുമ്പോൾ ദാ അവിടെ നിൽക്കുന്നു ഒരു വയോവൃദ്ധൻ, 100 വയസ്സോടെടുക്കുന്ന വയോവൃദ്ധൻ. ചുളിവ് വീണ കൈകൾ, നിവരെ നിൽക്കാൻ ത്രാണിയില്ലാത്ത ശരീരം, താടിരോമങ്ങൾ പോലും നരച്ച് നീട്ടി വളർത്തിയ താടി, വെളുത്തിരിക്കുന്ന മുടികൾ, നിൽക്കാൻ പോലും ത്രാണിയില്ലാത്ത, ആരോഗ്യം നഷ്ടപ്പെട്ട, പ്രായാധിക്യം കൊണ്ട് വിരുപ്പുമുട്ടുന്ന ഈ മനുഷ്യൻ യേശുവിനെ ഇനി കയ്യിൽ വാങ്ങി. നമ്മളും കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കയ്യിലെടുക്കുമല്ലോ, എടുത്ത് താലോലിക്കും, കൊഞ്ചിക്കും. കുഞ്ഞേ ഇങ്ങോട്ട് നോക്കിക്കേ, ഞങ്ങളൊന്ന് കാണട്ടെ, കണ്ണ് തുറന്നേ, ആ മിടുക്കനാന്നൊക്കെ പറഞ്ഞൊരു ചുംബനം കൊടുത്തു വിട്ടുക. അതാ ചെയ്യേണ്ടത്. അങ്ങനെയല്ല ചെയ്യുന്നേ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങളാരും കുഞ്ഞുങ്ങളോട് ഇങ്ങനല്ലേ ഇടപെടുന്നേ? അല്ല, കുഞ്ഞിനെ കയ്യിലെടുത്ത് ചോദിക്കുമോ, പാലായിൽ ആരാ ജയിക്കുന്നത് ചോദിക്കുമോ? അന്നല്ല ചോദിക്കാൻ പോകുന്നേ. കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട്, കുഞ്ഞേ, കുഞ്ഞുവാവേ ഇങ്ങോട്ട് നോക്കിക്കേ, എൻ്റെ കവിളിലൊക്കെ ഒന്ന് തട്ടും. ഇതാ ചെയ്യുന്നത്. പക്ഷേ ഈ ശിമയോൻ എന്ന വയോവൃദ്ധൻ യേശുവിനെ കയ്യിലെടുത്തിട്ട് കുഞ്ഞേന്നൊന്നും വിളിച്ചില്ല. ശിമയോൻ വിളിക്കുക, ഇപ്പോൾ നാഥ. ഓ അഡോണായി, എൻ്റെ രക്ഷക, എൻ്റെ നാഥ, എൻ്റെ സംരക്ഷക, തിരുവചനം പോലെ നീ അടിയനെ വിട്ടയക്കുന്നു. എൻ്റെ ഈ കണ്ണുകൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീക്ഷയായവനെ, ലോകത്തിൻ്റെ വിടുതലായവനെ, ലോകരക്ഷകനായവനെ കാണും എന്ന പ്രവചനം ഇതാ ഞാൻ മുഖാമുഖം കാണുന്നു. അനേക ജനലക്ഷങ്ങൾ കാണാൻ കാത്തിരുന്ന ആ കാഴ്ച എൻ്റെ കണ്ണിന് മറയ്ക്കാതെ നീ എൻ്റെ മുമ്പിൽ കൊണ്ടു തന്നു. ചാരിതാർത്ഥ്യത്തോടെ മടങ്ങുന്നു. ശിമയോന് യേശു ഉണ്ണീശോ അല്ല, മറിയയ്ക്ക് യേശു ഉണ്ണീശോ അല്ല, തിരുവെഴുത്തിലെങ്ങും യേശു ഉണ്ണീശോ അല്ല. ഹല്ലേലൂയ. പിറവി കൊണ്ടവനെപ്പോലും ദൂതഗണങ്ങൾ നമസ്കരിച്ചു. ആരാധനയ്ക്ക് യോഗ്യൻ യേശുവാണ്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് യേശുവിനെക്കുറിച്ചുള്ള ആ ചിന്തയിലേക്ക് വരാം. ആരാണ് യേശു?
മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത സവിശേഷതയുള്ള രണ്ട് ഐഡൻറ്റിറ്റി, രണ്ടു വ്യക്തിത്വം സമന്വയിച്ച് യേശുവിൽ ഒന്നായി നിൽക്കുക. എന്തൊക്കെയത്? യേശുവിൽ സമ്പൂർണ്ണ ദൈവത്വത്തിൻ്റെ വെളിപ്പെടൽ, യേശുവിൽ സമ്പൂർണ്ണ മനുഷ്യത്വത്തിൻ്റെ വെളിപ്പെടൽ. ദൈവവും മനുഷ്യനും തമ്മിൽ സമാഗമിക്കുന്ന ഏറ്റവും വലിയ ഇടം യേശുക്രിസ്തുവാണ്. അത് പാതി മനുഷ്യനും പാതി ദൈവവുമല്ല, സമ്പൂർണ്ണ ദൈവത്വം, സമ്പൂർണ്ണ മനുഷ്യത്വം. ഇത് രണ്ടും പരീക്ഷിക്കപ്പെട്ട് തെളിയിച്ചതാണ്. രണ്ടും നിരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചതാ. അത് നിസാര സംഭവമല്ല. യേശു കർത്താവ് ദൈവമാണോ എന്ന് ചോദിച്ചപ്പോൾ തെളിഞ്ഞത് മനുഷ്യനാണെന്നാണ്. ചോദ്യം ദൈവമാണോ എന്ന് അന്വേഷിച്ചു പോയവൻ്റെ മുമ്പിൽ യേശു തെളിയിച്ചു കൊടുത്തു, പക്ക മനുഷ്യനാന്ന് ചിന്തിച്ചു വന്നവൻ്റെ മുമ്പിൽ യേശു ബോധ്യപ്പെടുത്തി കൊടുത്തു, തികവുള്ള ദൈവപുത്രന. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്താ ഇതിൻ്റെ അർത്ഥം? നമുക്കിത് രണ്ടും ഒരുപോലെ ബോധ്യപ്പെടും. യേശു മനുഷ്യനാണ്, യേശു ദൈവവുമാണ്. പിന്നെ മനുഷ്യത്വം എന്നാ തുടങ്ങി? തെറ്റിദ്ധരിക്കല്ലേ, അത് ബേത്ലഹേമിലെ ജനനത്തിങ്കലല്ല. അതിന് മുമ്പ് യേശു ഉണ്ടോ? ഉണ്ടെന്നേ. തെളിവിലേക്കൊക്കെ നമുക്കൊന്ന് പോകാം, വസ്തുതകൾ ഒന്ന് ചിന്തിച്ചു പോകാം. ദൈവത്തെക്കുറിച്ചുള്ള പ്രാചീനമായ വെളിപ്പാട്, ഏറ്റവും ശക്തമായൊരു സിദ്ധാന്തം ആവർത്തനം 6:4. എന്താ അവിടെ ഇരിക്കുന്നത്? അറിയുക ഇസ്രായേലേ, അല്ലെങ്കിൽ കേൾക്കുക ഇസ്രായേലേ, യാഹ്വേ നമ്മുടെ ദൈവമാകുന്നു, യാഹ്വേ ഏകൻ തന്നെ. സംശയമുണ്ടോ? ദൈവം ഏകനല്ലെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ദൈവം ഏകൻ തന്നെ. ഒന്ന് വായിച്ചോളൂ ആ വാക്യം എടുത്ത്. ഓ ഇസ്രായേലേ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ചിലപ്പോൾ ആളുകൾ നമ്മളോട് ചോദിക്കും, ദൈവം ഏകൻ എന്ന് പറയാൻ 100 വാക്യം തരാം, ത്രിയേകൻ എന്ന് പറയാൻ ഒരു വാക്യം തരാമോ? ത്രിയേകനെന്ന് ബൈബിളിലില്ല. ത്രിയേകത്വം എന്ന പദവും ബൈബിളിലില്ല. ബൈബിളിലില്ലാത്ത കുറേ പദങ്ങൾ ഞാൻ പറയാൻ പോവാണ്. തിരുവത്താഴം ബൈബിളിലില്ല. ഈ പാതി വെട്ടിയെടുക്കുന്ന വിദ്വാൻമാർ ഇതുകൊണ്ട് അപകടം ഉണ്ടാക്കല്. തിരുവത്താഴം ബൈബിളില്ല, നൽകുടത്തോട്ടം പറഞ്ഞു എന്ന രൂപത്തിൽ പറയാൻ കാത്തിരിക്കുന്ന ചിലരുണ്ടിപ്പം. ഉൽപ്രാവണം എന്നൊരു പദം ബൈബിളിലില്ല. ഉൽപ്രാവണമുണ്ട്, അങ്ങനൊരു പദമില്ല. എന്തിന്? ബൈബിൾ എന്നൊരു പദം പോലും ഇല്ല. ഞാൻ ഒരാളോട് പറഞ്ഞു ബൈബിൾ എന്നൊരു പദം ഇല്ല. ഓനെ ആ മനുഷ്യൻ പറഞ്ഞു ഇപ്പോൾ കാണിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം കാണിച്ചും തന്നു. ആ കവർ പേജ് കിടപ്പുണ്ട് ബൈബിൾ. ഞാനും വിട്ടില്ല, നമ്മളും റേഷനരി കഴിക്കുന്ന ആളാണല്ലോ. ഞാൻ പറഞ്ഞാൽ മഹാത്മാഗാന്ധിന്നും കാണിക്കാം, ബൈബിളിൽ എടുക്കാൻ പറഞ്ഞു. കാണിച്ചു കൊടുത്തു. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ, മഹാത്മാഗാന്ധി റോഡ്, ബാംഗ്ലൂർ. പുള്ളിക്കാത്തല് കൊടുത്താൽ പോരെ? എങ്ങനെയുണ്ട് കാര്യങ്ങളുടെ കിടപ്പ്? അന്നേരം അത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം പോലെ പോകണ്ടേ? 1382 ഈ പുസ്തകത്തിന് ബൈബിളെന്ന് പേരുണ്ടാവുക. 1382 ക്രിസ്തുവിനും 1382. നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ആത്മീക വ്യവഹാരങ്ങളിൽ ഈ പദം വന്നിട്ടുണ്ട്. എന്നതുപോലെ എന്താണ് തൃത്വം, എന്താണ് ത്രിയേകത്വം, ഇതെനിക്കൊന്ന് പറയണം. ശ്രദ്ധിച്ചാട്ടെ. ഇതേ പാസ്റ്റർ തന്നെ ഒരു വാക്യം കൂടെ വായിച്ചു തന്നാട്ടെ. ആവർത്തനം ആ സഹോദരി വായിച്ചാലും തെറ്റില്ല, നന്നായിരിക്കുന്നു വായിക്കുന്നത്. ആവർത്തനം 6:4 ഒന്നുകൂടെ വായിച്ചോളൂ. അപ്പോൾ തന്നെ പുതിയ നിയമത്തിൽ അനേകനല്ല.
കാരണം പറഞ്ഞു, പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. അങ്ങനെയെങ്കിൽ ഇത് വൈരുദ്ധ്യമാകുമോ? ഒരിക്കലും ഇല്ല. ഞങ്ങൾക്ക് വൈരുദ്ധ്യമല്ല. തിരുവെഴുത്ത് ഞങ്ങൾക്ക് വൈരുദ്ധ്യമേ അല്ല. അതിൽ നമുക്ക് മനസ്സിലാകാത്ത കാര്യമൊക്കെ ഉണ്ട്, നമ്മളാരും പണ്ഡിതരല്ല. പക്ഷെ വൈരുദ്ധ്യമൊന്നും ഇതിലില്ല. പറയാം. ബഹുമാന്യരേ, പഴയ നിയമം ശിശുപാലകനായി ഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പഴയ നിയമം എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കിക്കൊള്ളണം. LKG ആയിരുന്നു. LKG KG ക്ലാസ്സിലെ കുഞ്ഞെന്താ പഠിച്ചു വെക്കുന്നത്? യഥാർത്ഥ സത്യത്തിൻ്റെ ആമുഖം പഠിച്ചു നടത്തും. വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാർ അരുളി ചെയ്തു, അത് ഭാഗികം. പുത്രൻ നമുക്ക് തന്ന പുതിയ നിയമം സമ്പൂർണ്ണം. ആ പുതിയ നിയമത്തിലാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇത് കൃത്യതയോടെ വെളിപ്പെടുന്നത്. അത് പഴയ നിയമഭക്തന് മർമ്മമായിരുന്നു. ആ മർമ്മം നമുക്കിന്ന് മനസ്സിലാകാൻ കാരണം എന്താ? ദൈവപുത്രൻ വന്ന് നമ്മെ പഠിപ്പിച്ചതുകൊണ്ട്. നമുക്ക് കൂടുതൽ വ്യക്തത വരാൻ കാരണം എന്താ? ദൈവപുത്രൻ്റെ അഭാവത്തിൽ ഒരു മാസ്റ്റർ ടീച്ചർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് അധ്യാപകനായിരിക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ കൃത്യതയോടെ അത് മനസ്സിലാകും. ഞാനതിലേക്ക് വരിക. എന്താ വിശുദ്ധ വചനത്തിൽ പരിശുദ്ധ ത്രിയേകത്വം? അത് ചിലർ പറയുന്നത് യേശു തന്നെയാണ് പിതാവ്, യേശു തന്നെയാണ് പുത്രൻ, യേശു തന്നെയാണ് പരിശുദ്ധാത്മാവ്. ഞാനൊരാളുടെ വെച്ച് അങ്ങനെയാണേ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് എന്തിനാ? തന്നോട് തന്നെ എത്ര കിലോമീറ്റർ എഴുതി വച്ചിരിക്കുക ബൈബിളിൽ. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അങ്ങനെ പറയാറുണ്ട്. കവികൾ പറയും, തന്നോട് തന്നെ പറയാറുണ്ട്, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അതിന് കുഴപ്പമൊന്നുമില്ല. ഇതെന്താ പറയുന്നത്? ഞാൻ പോകാഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനമില്ല, ഞാൻ പോയാൽ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ പിതാവ് നിങ്ങൾക്ക് അയച്ചു തരാമെന്ന്. ഇത്ര പേര് വന്നു. ഞാൻ പോയി കഴിഞ്ഞാൽ ഞാനല്ല, സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ പിതാവ് അയച്ചു തരും. പിതാവ് തന്നെയല്ല പുത്രൻ, പുത്രൻ തന്നെയല്ല പരിശുദ്ധാത്മാവ്. വ്യക്തത വന്നോ? അത് മനസ്സിലായോ? അത്രേ. ഒരിക്കലും പറയരുത് പിതാവാണ് പുത്രനെന്ന്, പുത്രനാണ് പരിശുദ്ധാത്മാവെന്ന്. ഞാനിതൊരു വലിയ ചർച്ചയ്ക്കകത്ത് എൻ്റെ മോനോട് പറഞ്ഞു, നമുക്കൊരു ഇതേക്കുറിച്ചൊരു പിക്ചർ വരച്ച് തരണം. അവൻ പോയി ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു പിക്ചർ റെഡിയാക്കിക്കൊണ്ട് വന്നു. ഞങ്ങളതിങ്ങനെ സ്ക്രീനായിട്ട് കാണിക്കുകയാണ്. പിതാവും പുത്രനും ഒരാളാണെങ്കിൽ സംഭവിക്കുന്ന എന്താ? ഗെത്സമനിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് യേശു. ആ പ്രാർത്ഥനയിൽ ഇതാണ് ശരിയെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം? പിതാവേ, ഇത് ഞാനാണ് എന്ന് പറഞ്ഞാൽ ഇത് നീ തന്നെയാണ്. എല്ലാം മനസ്സിലായോ? പിതാവേ, നിൻ്റെ ഇഷ്ടം ചെയ്യാൻ നീ വരുന്നു. അതിന് പിന്നെ കുഴപ്പം? അങ്ങനെയാണോ? അല്ല. പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്. എങ്ങനെ നോക്കും? അപ്പം പിന്നെ 3 ദൈവമുണ്ടോ? ഇല്ല. ദൈവം ഏകൻ. അതെങ്ങനെ ശരിയാവും? ഈ കണക്ക് ചോദിച്ച് ചിലരിങ്ങനെ നമ്മളെ വിഷമിപ്പിക്കും. നമ്മൾ പേടിക്കൊന്നും വേണ്ട, കണക്ക് ഞാൻ തരാന്നേ, ശ്രദ്ധിച്ചേ. ഏകനെന്ന് പറയുന്നത് അബ്സല്യൂട്ട് 1 അല്ല, തികച്ചു 1 എന്ന അർത്ഥത്തിലല്ല. ഒന്നിലധികം ചേരുന്ന 1 എന്നൊരു പ്രയോഗം ഗണിതത്തിൽ പഠിച്ചിട്ടുണ്ടോ? ഒരു സഭ ഒരാളാണോ? അവിടെ ഒരു സഭയിൽ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളോ? അല്ല, 1 അത്. ഒരു വിഭാഗം, ഒരു ഗ്രൂപ്പ്, ഒരു ക്ലാസ്, ഒരു പറ്റം, ഇത് 1. അവിടെ നിൽക്കട്ടെ. പിതാവൊരുവൻ, പുത്രനൊരുവൻ, പരിശുദ്ധാത്മാവൊരുവൻ, 3 പേർ ചേർന്ന് ഒന്നാകുമോ? ആകുമെന്ന് ഞാൻ പറയാം.
ബൈബിളിന് ഉപയോഗിച്ചിരിക്കുന്ന വളരെ ആവേശപരമായൊരു വചനമുണ്ട്. ഇത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമാകും. രണ്ടുപേർ ചേർന്ന് ഒന്ന്. കണ്ടോ? ഇപ്പോൾ തന്നെ അവർ രണ്ടാ, പക്ഷെ ഒന്നാ. അത് വ്യക്തമാക്കാം. ബൈബിളിൽ തന്നെ ഉദാഹരണം തരാം. ചില ഈ ബൈബിളിന് പുറത്തുനിന്നുള്ള ഉദാഹരണം എടുത്തുകൊണ്ട് വരും. എന്നോടൊരാൾ പറഞ്ഞു, സാറേ തൃത്വം തെളിയിക്കാൻ വേറൊരു വഴിയുണ്ട്. നമ്മൾ എന്തോ പറയാം. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവാണ്, എൻ്റെ മക്കൾക്ക് പിതാവാണ്, വേറെ ഏതാണ്ട് ബന്ധം കൂടെ പറഞ്ഞു, 3 എണ്ണം ഒപ്പിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അത്രയല്ല ഉള്ളോ, ഞാൻ അതിലും വലുതാ. ഞാൻ എൻ്റെ പെങ്ങൾക്ക് സഹോദരനാണ്, അവിടെ കെട്ടിയവന് ഞാൻ അളിയനാണ്, സഭയിൽ ഞാൻ പാസ്റ്ററാണ്. ചുമ്മാ ഈ ആവശ്യമില്ലാത്ത കണക്കും കൊണ്ടൊന്നും പോയില്ല. ഒന്നാമത് ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ ഉപമകൾ കംപ്ലീറ്റ് വിടണം. ദൈവത്തോട് ഉപമിക്കാൻ പറ്റിയ ഒറ്റ ക്യാരക്ടർ ഇല്ലെന്ന് എൻ്റെ പഠനം. ഇത് പറഞ്ഞതിൻ്റെയൊക്കെ പേരിൽ ഞാൻ ക്രൂശീകരിക്കപ്പെടുന്നൊരു കാലമാണ്. സാജൻ പാഷക്കൊക്കെ അറിയാൻ തോന്നുന്നു. ദൈവത്തെ ഒന്നിനോട് ഉപമിക്കരുത്. ഇസ്ഹാക്ക് യേശുവിനെ കാണിക്കുമെന്നൊന്നും പറയരുത്. ഇസ്ഹാക്കിനെ കാണിക്കുന്നത് തന്നെ കഷ്ടിച്ച. മനസ്സിലായോ? അബ്രഹാം ദൈവത്തെ കാണിക്കുന്നു. എന്തോ ആവശ്യത്തിന്? അബ്രഹാമിനെ കാണിച്ചാൽ മതി. കാരണം നമ്മൾ തന്നെ ഇവിടെ പാടി ഇതെല്ലാം പറഞ്ഞിട്ട് പറയും നിനക്ക് തുല്യനായ ആരെന്ന്. ഏതായാലും ഒന്നേൽ ഉറച്ചു നിൽക്ക്. ഞാൻ പറയും അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെപ്പോലാരാധ്യൻ ആരുമില്ല. നിസ്തുല്യൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ. ഈ അത്ഭുതവാനായ യേശുവിനെ ഒരു മനുഷ്യകീടത്തോട് ഉപമിക്കാൻ പാടില്ല. പ്രപഞ്ചത്തിലെ ഒരു വസ്തുതയോടും ഉപമിക്കാൻ പാടില്ല. അതുകൊണ്ട് ബൈബിൾ തരുന്ന ഒരു ഉപമ തരികയും ചെയ്യാം. ബൈബിളിലുണ്ട്, ഉപമിച്ചോണം. ഉദാഹരണം, നമ്മുടെ പെസഹ കുഞ്ഞാട് മറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആ പാറ ക്രിസ്തുവായിരുന്നു. പിന്നെ സംശയിക്കണ്ട, ബൈബിൾ പറഞ്ഞല്ലോ. വേദപുസ്തകം പറഞ്ഞെങ്കിൽ ചെയ്യാം. ഞാനങ്ങോട്ട് വരാം. അപ്പോൾ എങ്ങനെയായി ഒന്നാകുന്നേ കേട്ടോ? നല്ലൊരു ഉദാഹരണം. വിശുദ്ധ ദൈവാലയം എന്ന സമാഗമന കൂടാരത്തിൽ കിടക്കുക. പ്രാകാരം, ആ റോഡൊക്കെ പ്രാകാരമാണ്. അവിടെ ചില കുഞ്ഞുങ്ങൾ ഇപ്പോഴും നിൽക്കുക. കുഞ്ഞെ ധൈര്യത്തോടെ നീ കൃപാസനത്തിൻ്റെ അടുത്ത് വാ. ഒപ്പച്ചൻ വിളിച്ചോ മുമ്പേ പാസ്, ഞാൻ പോര്, സീറ്റൊക്കെ ഇവിടെ കിടക്കുക. പ്രാകാരം. ഇത് വിശുദ്ധ സ്ഥലം, ഇത് അതിപരിശുദ്ധ സ്ഥലം. ഒരു എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ, ഇങ്ങനത്തെ എക്സാമ്പിൾ. വിഷമമുണ്ടോ? വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർപിരിക്കുന്ന ഒരതിരുണ്ട്. ഒരു തിരശീല ഇട്ടേക്കുക. ആ തിരശീല ആന കെട്ടി വലിച്ചാൽ പോലും കീറി വരാൻ പാടാ. അത്തരം ചിത്ര തയ്യലാണ്. അതാണ് മുകൾ തൊട്ട് അടി വരെ അങ്ങ് കീറിപ്പോയി, രണ്ടായിട്ട് കീറി. അപ്പോൾ ഒരു കാര്യം കണ്ടോ, ഈ ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് വെളിച്ചമുണ്ട്. യേശു ക്രൂശിക്കപ്പെട്ടപ്പോഴല്ല, അവിടെ വെളിച്ചമുണ്ട്, എപ്പോഴുമില്ല. എന്നാൽ വിശുദ്ധ സ്ഥലത്ത് എപ്പോഴും വെളിച്ചമുണ്ട്. കാരണം അത് മനുഷ്യൻ ജ്വലിപ്പിച്ചു വച്ചിരിക്കുക. ഇടിച്ചെടുത്ത തെളിവായ ഒലിവണ്ണ കവരവിളക്കിൽ, മെനോറ എന്നതിന് പറയുക, അതിൽ 7 ദീപങ്ങളായി ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന മനോഹര പ്രഭയിലാണ് വിശുദ്ധ സ്ഥലമെങ്കിൽ, അതിപരിശുദ്ധ സ്ഥലത്ത് എപ്പോഴും വെളിച്ചമില്ല. പക്ഷേ ദൈവസാന്നിധ്യത്തിന് വേണ്ടി കാത്തിരുന്ന് ഏകാഗ്രപ്പെട്ടൊരുങ്ങുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ഹൃദയസമർപ്പിതരാകുമ്പോൾ അപ്രതീക്ഷിതമായി ദൈവത്തിൻ്റെ തേജസ് എന്ന ശെഖേന കൂടാരത്തിൻ്റെ അന്തർമന്ദിരത്തിൽ വ്യാപരിക്കും. ആ വെളിച്ച നിമിത്തം പുരോഹിതന്മാർക്കും അകത്ത് കിടക്കാനാവാത്ത സ്ഥിതി. ഇതാ ദൈവ വെളിച്ചം. ഈ വെളിച്ചം വന്നിരിക്കുന്ന ഘട്ടത്തിൽ ഈ തിരശീല രണ്ടായിട്ടങ്ങ് മാറിയെന്ന് കൂട്ടിക്കോ. അകത്തെ വെളിച്ചവും
അന്തർമന്ദിരത്തിലെ വെളിച്ചവും ദാ ഒഴുകി ഒന്നാകുന്ന കണ്ടോ? ഇതുപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത്. ദൈവം ഇൻഫിനൈറ്റാണ്. ശക്തിയിൽ, സർവവ്യാപിത്വത്തിൽ, അവിടുത്തെ കൃപയിൽ, സ്നേഹത്തിൽ, കാരുണ്യവശത്തിൽ, സർവജ്ഞാനിത്വത്തിൽ മൂന്നാളുകളും അപരിമിതരാകയാൽ മൂന്ന് ഇൻഫിനൈറ്റുകൾ ഒരുമിച്ചാൽ ഒരു ഇൻഫൈനൈറ്റാകും. അങ്ങനെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത്. വ്യക്തത ഒന്നോ? സ്വർഗാതിസ്വർഗത്തിൽ ദൈവം, സ്നേഹവാനായ ദൈവം തൻ്റെ മനോഹര ഇരിപ്പിടത്തിൽ, മൂന്നാം സ്വർഗത്തിൽ അങ്ങനെ അധിവസിക്കുക. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തേജസാർന്ന പ്രഭാവലയത്തിൽ അവിടുന്ന് ഇങ്ങനെ ഇരിക്കേ. അവിടുത്തെ വലത്ത് ഭാഗത്ത് അവിടുത്തെ പുത്രൻ, അവിടുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവം. പിതാവിൻ്റെ സർവശക്തിത്വം പുത്രനിലും, പുത്രൻ്റെ സർവശക്തിത്വം പരിശുദ്ധാത്മാവിലും, ആ സർവജ്ഞാനിത്വം ഒരുപോലെ കൃത്യതയോടെ അങ്ങനെ പരിലസിക്കും വേളയിൽ പിതാവ് പുത്രനെ സ്നേഹിച്ചു, പുത്രൻ പിതാവിനെ സ്നേഹിച്ചു, പുത്രൻ പിതാവിനെ വന്ദിച്ചു. ദൈവപിതാവിന് പുത്രൻ സ്നേഹവും ആദരവും അർപ്പിച്ചു. പരസ്പര സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, പരിശുദ്ധാത്മ സാന്നിധ്യത്തിൻ്റെ തികവാർന്ന അനുഭവം നോക്കിക്കൊണ്ട് പറയുക, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകി. മറ്റൊന്നുമല്ല, ഈ പുത്രനെ നമുക്ക് തന്നെന്ന്. മനസ്സിലായോ? ഈ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ ഊർജപ്രവാഹത്തെ കണ്ട് ദൂതഗണങ്ങൾ തങ്ങളുടെ ചിറക് രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്നു. സ്നേഹിതരെ, അത് ആരാധനയെന്ന് പറഞ്ഞു പരിമിതപ്പെടുത്താൻ വരട്ടെ. അതിനപ്പുറത്താ ഭയഭക്തി ബഹുമാനങ്ങളുടെ ആദരവിൻ്റെ ശബ്ദം ഒരുത്തനോടൊരുത്തൻ. രാപ്പകൽ വിശ്രമമില്ലാതാ പറയുന്നതെങ്കിലും ഒരു പോയിന്റ് വരുമ്പോൾ നിൽക്കും, 3 തവണ പറയും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവിടെ ഒരു ഇൻ്റർവെല്ലുണ്ട്. വീണ്ടും പറയും ഒരുത്തനോടൊരുത്തൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആ ശബ്ദത്തിൻ്റെ മനോഹരമായ അലയൊലികൾ അന്തർമന്ദിരത്തെ മുഴുവൻ ഇളക്കി, ആലയത്തെ മുഴുവൻ സ്പന്ദനം കൊള്ളിച്ചു, പ്രപഞ്ചത്തെ മുഴുവൻ കിടിലം കൊള്ളിച്ചെങ്കിൽ ആരാധനയ്ക്ക് യോഗ്യനായ ആ ദൈവപുത്രനെ ഇന്ന് രാത്രി ആരാധിക്കാൻ ഞാനും നിങ്ങളും ഒരുമിച്ച് ഈ പന്തലിൽ വന്നിരിക്കുമ്പോൾ പ്രപഞ്ചവാസകലം ആരാധിക്കുന്നവനെ നോക്കി പറയാ, നിന്റെ രക്തം കൊണ്ട് നീ ഞങ്ങളെ വീണ്ടെടുത്തു, ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിന് രാജാവും പുരോഹിതന്മാരുമാക്കി വെച്ചു. ആ ദിവ്യ സ്നേഹത്തെ കണ്ട യോഹന്നാൻ പറയുന്നത്, കാൺമീൻ, നാം ദൈവമക്കളാകാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് തന്നു. ഇത് കണ്ടപ്പോൾ വേറൊരു ഗ്രൂപ്പ് ആരാധനയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു. ദൂതന്മാരൊത്തിരി ഗണമാണ്. ഇതെല്ലാം നമുക്ക് ദൈവം വെളിപ്പെടുത്തിയിട്ടൊന്നുമില്ല. നമുക്ക് മനസ്സിലായതിനേക്കാളധികം കാര്യങ്ങൾ വെളിപ്പെടാതെ കിടപ്പുണ്ട്. ആ കൂടെ വേറൊരു ഗ്രൂപ്പ്, അതിനൊരു ക്യാപ്റ്റനും ഉണ്ടായിരുന്നു. അവനായി ലൂസിഫർ എന്ന് വിളിക്കുന്നത്. അവൻ ലൂസിഫർ, അതിൻ്റെ അർത്ഥം തന്നെ തേജോരൂപിയായ ഒരു നക്ഷത്രം എന്നാണ്. മലയാളം ബൈബിൾ അത് അരുണോദയപുത്രനായ ശുക്ര എന്ന് വിളിച്ചിരിക്കുന്നു. ഇവനെ മലയാളം ബൈബിൾ ബാബിലോണിലെ രാജാവിനോട് ഉപമിച്ച് സംസാരിച്ച്. ഇംഗ്ലീഷ് ബൈബിളിലും അങ്ങനെ തന്നെയാണ്. അപ്പുറത്ത് എസെക്കിയേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ഇവനൊരു കെരൂബാണ് എന്ന് തെളിയുന്നു. അവിടെ സോർ പ്രഭുവിനോട് ഉപമിച്ചാണ് സംസാരിക്കുന്നത്. അക്ഷരാർത്ഥം സോർ പ്രഭുവിനും ആത്മീയാർത്ഥം ലൂസിഫർ എന്നൊരു ദൂതനുമായിരുന്നു. അവൻ ഒരു ഡീസൻ്റ് ആളായിരുന്നെന്ന് അവിടെ തന്നെ എഴുതിയിരിക്കുക. അല്ല തന്നെ നമ്മൾ ഈ കാണുന്നതിൽ ഒത്തിരി ഡീസൻ്റ് ഏർപ്പാട് പിശാചിനുണ്ട്. നിങ്ങൾക്ക് അറിയത്തില്ലഞ്ഞിട്ടാണ്. ഈ പിശാച് ഒരിക്കലും ആരോടും തെറി വിളിച്ചതായിട്ട് ബൈബിളിലില്ല. ഉണ്ടോ? നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിക്കോ പിശാച് അവിടെ നിന്ന് തെറി പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല.
നിങ്ങൾക്ക് എവിടെയും കാണിക്കുക. പിശാചൊരുത്തൻ്റെ അപ്പന് പറഞ്ഞോ അമ്മയുടെ ഒന്നും പറഞ്ഞില്ല. മാത്രമല്ല അല്ല മര്യാദയ്ക്ക് സംസാരിച്ചവനാ പിശാച്. ബൈബിൾ എടുത്താൽ ഫേസ്ബുക്കിൽ കമൻ്റ് ഇടുന്നവൻ്റെ കമൻറ്റിനേക്കാൾ ഡീസൻ്റാ സാത്താൻ്റെ വാക്കുകൾ. കണ്ടം വഴി ഓടി തേച്ചൊട്ടിച്ചു. അതൊക്കെ പിന്നെ പോട്ടെ. എൻ്റെ വിചാരം 4 കമൻ്റ് ഇടുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവന്ന് നിർത്തിച്ച് പോകുന്നത് എന്തിനാ? ഇവൻ്റെ അടുത്ത് കിടന്ന് അടിക്കാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പലരും കയറിപ്പോകുന്നത്. അവൻ ഓടിയ വഴിക്ക് പുല്ല് കിളുത്തില്ല. ഈ തെറി പറയുമ്പം തോറ്റു കൊടുക്കുന്നത് ഒരു ഡീസൻസിയുടെ കൂടി ഭാഗമാണ്. അങ്ങനല്ലേ? അപ്പോൾ ഇങ്ങനെ സാത്താനെപ്പറ്റി പഠിക്കങ്ങര് സ്ത്രീയുടെ അടുത്ത് വന്ന് വളരെ മര്യാദയ്ക്ക് പറഞ്ഞോ, ഈ പഴം തിന്നരുന്നെല്ലാം പറഞ്ഞിട്ടുണ്ടോ? തിന്നാൻ പോലും പുള്ളി നിർബന്ധിക്കുന്നില്ല. ചില സ്ത്രീകൾക്ക് അത്ര വേണ്ട, അതിൻ്റെ പാതി കെട്ടാൽ മതി, അവർ തീറ്റി കഴിഞ്ഞു. നിങ്ങളൊന്നും കണ്ടോ? ഈ സ്ത്രീകളുള്ളിടത്താണ് ഈ പാമ്പ് വന്നിട്ട് ഇപ്പോഴും നാക്കിട്ടിങ്ങനെ അടിക്കുന്നുണ്ട്. തിന്നോളാനാണ് പറയുന്നത്. നാക്കിട്ടിങ്ങനെ അടിക്കുക, പക്ഷേ അതിന് സംസാരിക്കാൻ വയ്യ. ശവിച്ചു വിട്ടതിന് ശേഷം സംഭാഷണം പഴപോലെങ്കിലും പഴപോലെ തന്നെ വന്നിട്ട് പറയാ കൊച്ചമ്മ കഴിക്കുന്നില്ലേ എന്ന്. നല്ല സാധനമാണ് കഴിക്കുക. ചുരുക്കി പറഞ്ഞാൽ സാത്താൻ പിന്നെ യേശുവിനെ കണ്ടപ്പോൾ വിളിച്ചത് മഹോന്നതനായ ദൈവപുത്ര. നിസാര വിളിയാണോ? ദൈവദാസന്മാർ പോയപ്പോൾ പിശാച് വിളിച്ച പെണ്ണ് വിളിച്ചെന്തെന്നാ? അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ. എന്താ മനസ്സിലായി? അവൻ കുറേയൊക്കെ ഡീസൻ്റായിട്ട് ഇടപെട്ടെ. അത്രയും പോലും അന്തസ്സില്ലാത്തവന്മാരുണ്ട്. പോട്ടെ, ഞാൻ ആ വഴി പോകുന്നില്ല. എന്തേ പറയാൻ കാരണം, സാത്താൻ ആരെന്നൊന്നും മനസ്സിലാക്കാനാണ്. അവൻ അങ്ങനെ ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്തൊക്കെ പറ്റിയെന്ന് കണ്ടോ? എസെക്കിയേൽ പ്രവചനം 28 അധ്യായം 11 മുതൽ ഒന്ന് വായിച്ചോളൂ. 28:11 എസെക്കിയേൽ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഈ സോർ വലിയ സമ്പന്ന രാജ്യമായിരുന്നു. അവിടുത്തെ രാജാവും വലിയ സമ്പന്നനായിരുന്നു. വായിക്കാം. നീ കരഞ്ഞോണ്ട് അവനെക്കുറിച്ച് പറയണം, വിലപിച്ച് പറയണം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. കണ്ടോ, നീ എക്സാംപ്ലറി വണ്ണായിരുന്നു. നീ മാതൃകാമുദ്രയായിരുന്നു. പിന്നെ നിനക്കറിവിൻ്റെ തികവുണ്ടായിരുന്നു. പിന്നെ നീ സൗന്ദര്യപൂർണനായിരുന്നു. പിന്നെ നിന്നെ ആക്കി വച്ചത് ഏദൻ പറുദീസയിലായിരുന്നു. പിന്നെ ഞാനിതൊക്കെ പറഞ്ഞു വിടുന്നത് എന്താണെന്ന് എനിക്ക് വലിയ പിടിയില്ല. നിങ്ങൾക്കറിയോ? ഇതൊക്കെ പറയാനറിയാം, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. കാണാത്തൊരു വസ്തുവിനെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ എൻ്റെ ഉദാഹരണം പറയാം. ഒരിക്കലും ഈ സംസാരിക്കാൻ ശേഷിയില്ലാത്തൊരു സഹോദരൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ചക്കര തിന്നു. ഇതിൻ്റെ മധുരം ഒന്ന് പറയണമെന്നുണ്ട്, പക്ഷേ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉള്ളിൽ നിന്നങ്ങ് വിഷമിക്കുകയാണ്. ഇതേ അവസ്ഥയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. പിടികിട്ടിയോ? സംസാരശേഷി കിട്ടുന്നില്ല. ചക്കരയുടെ ടേസ്റ്റ് പറയാനും ആഗ്രഹമുണ്ട്, പക്ഷേ പുറത്തോട്ട് വരുന്നില്ല, ശബ്ദം പുറത്തോട്ട് വരുന്നില്ല. താമ്രമണി, പീതരത്നം, പിന്നെ വജ്രം, പുഷ്യരാഗം, അതാ ശരി. പിന്നെ അതൊക്കെ കുറച്ചറിയാം എന്താന്ന്, കണ്ടിട്ടൊന്നുമില്ല. പുഷ്യരാഗം, ഗോമേതകം, പിന്നെ സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം. അവിടെ നിൽക്ക്. ഇന്നേരം നമ്മുടെ പാട്ടുകാർ പറയുന്ന കനകവും മുത്തും രത്നം ഇവൾ അണിയേല. ഭയങ്കര വെഡിത്താ പാടുന്നതൊക്കെ. പാടിയോ പാടാതിരിക്കുമോ നിങ്ങളുടെ ഇഷ്ടമാണ്. സ്വർഗത്തിൽ അവൾ ഇതെല്ലാം അണിഞ്ഞെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാ സ്വർഗത്തിൻ്റെ ചിത്രത്തിൽ ഇവിടെ കണ്ടത്തിൽ ഇതൊന്നും ഇല്ലെന്ന് പാടിക്കഴിഞ്ഞാൽ എങ്ങനെ നോക്കുന്നത്? ഇത്രയിൽ ഇതൊക്കെ ഉണ്ടെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാം വിപരീതമാണ് ഈ പാട്ടേ. ഞാനിടയ്ക്ക് ഒരു കൂട്ടരോട് ചോദിച്ചു, ഈ മധ്യാകാശത്തിലൂടെ ഈ മണിപ്പന്തൽ കേട്ടറിഞ്ഞാരുമൊക്കെ അവിടെ വരുമോ കല്യാണത്തിന്? എന്തെല്ലാം പുകിലായി. പോട്ടെ, ഈ പാട്ട് പാടുമ്പോൾ വചനത്തോട് നീതി പുലർത്തണ്ടേ?
ആദ്യം ആളുകൾ ഓർത്ത് നേരാ, പക്ഷെ വചനം ചോദിച്ചപ്പോൾ വചനം ഇല്ല, വാക്യമില്ല, സൂചിപ്പിക്കാൻ പോലും വാക്കില്ല. അപ്പോൾ അവസാനം വെച്ച ആൾ പറഞ്ഞു ഭാവനയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഭാവന ആയിക്കോട്ടെ, അതിനു വേണ്ടി ഒരു പരിധി. കാരണം ഈ മണിപ്പന്തലിടുന്ന ആരാന്ന് കൃത്യം ദാനിയേൽ എഴുതി വച്ചിരിക്കുക, എതിർ ക്രിസ്തുവാ. അതുപോലും തെറ്റിച്ച പറയുന്ന ആളുകൾ. തിരുവെഴുത്ത് അങ്ങനെയോ എന്ന് ശോധന ചെയ്യണം. വിഷയത്തിലേക്ക് വരാം. ഈ സാത്താൻ്റെ ആ സംവിധാനങ്ങളെ ഇപ്പോൾ പഠിക്കുന്നത് 12 വിധ രത്നങ്ങൾ അങ്ങ് പുതിയ യെരൂശലേമിലുണ്ട്. ഇതെല്ലാം അവനെ മൂടിയിരുന്നു. പിന്നെ വായിച്ചട്ടെ, ആത്മാർത്ഥയില്ലാതാണോ വായിക്കുന്നത്? ആദ്യത്തെ ആ സന്തോഷം പോലെ അതുപോരാ, ഇവിടെ വായിച്ചട്ടെ. ഒരു തീരുമാനമില്ല. നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്കോട്ട് പണി തരിക. വായിച്ചു, ഇവിടെ വായിച്ചു. എനിക്കറിയാം, ഇവിടെ വായിച്ചു. നിന്നെ തീർത്ത നാളിൽ, അങ്ങനെ ഇങ്ങോട്ട് പറട്ടെ. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. ഇത് പരിഭാഷയിലൊരു പ്രശ്നമുണ്ട്. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള കുഴലുകളുടെയും നാദസ്വരങ്ങളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പുള്ളി ചിറകങ്ങോട്ട് വിടർത്തുമ്പോൾ സംഗീതത്തിൻ്റെ സപ്തസ്വരങ്ങളുടെയും നിർഗളിത പ്രഭയിൽ ഇതെന്തോ ഒരനുഭവം. പാട്ടിൻ്റെ മനോഹാരിതയിൽ നമ്മളങ്ങനെ ലയിച്ചങ്ങിരിക്കും. അനുപമ സംഗീതം, ഉത്കൃഷ്ട സംഗീതം, ബീഥോവനെ വെല്ലുന്ന, മൊസാർട്ടിനെ വെല്ലുന്ന, പൗരാണികന്മാരായ ആളുകളെയും പാശ്ചാത്യരെയും ഒക്കെ വെല്ലുന്ന സംഗീതാനുഭൂതിയുടെ മാസ്മരികമായൊരു ലോകത്തിലേക്ക് ഇവൻ നമ്മളെ ഇങ്ങനെ ആനയിച്ചു കൊണ്ടുപോകും. എത്ര മനോഹരമാണ് അവസ്ഥ. നാളെ നമ്മളും പാടാനിരിക്കുന്ന, ആരും കേട്ടിട്ടില്ലാത്ത പാട്ട് നമ്മൾ പാടുമല്ലോ. പാരിലാരും പാടിയിടാത്ത പാട്ടു നമ്മൾ പാടും, പാരിലാരും ചൂടിടാത്ത വാടാമൂടി ചൂടും. ആ മനോഹരാവസ്ഥയുടെ പൗരാണിക രൂപമായി ഇപ്പോൾ വായിച്ചത്. ദൂതൻ ആരാധിക്കുമ്പോൾ അക്കരങ്ങളിങ്ങനെ ഉയർത്തുമ്പോൾ സംഗീതത്തിൻ്റെ സപ്തസ്വരങ്ങളുടെയും നിർഗളിത ധാരയിൽ ഒരു ഭാഗം ആനന്ദനിർഭരമായൊരു ലോകത്തിലേക്ക് പോകുമ്പോൾ അടുത്തൊരു കൂട്ടർ പറയുക, അവൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗം മുഴുവൻ ആരാധനയുടെ മനോഹാരിതയാർന്ന ആ നിമിഷം നമുക്ക് വർണ്ണിക്കാൻ പറ്റുമോ? എത്ര ആനന്ദകരമാണ്. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ആ നഗരത്തിലെ സ്വർഗീയാരാധന, ആ ഒരു അനുഭവത്തിലേക്ക് നമുക്കൊന്ന് അടുത്ത് വരും മുമ്പ് ഒന്ന് പരിശോധിച്ചു പോകാം. ബാക്കി കൂടി വായിക്കാം. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തി. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. ഈ രഥമൊക്കെ നമ്മൾ ഏലിയാവിനെ എടുക്കാൻ വരുന്ന രംഗത്ത് കാണുന്നുണ്ട്. അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നീ സഞ്ചരിച്ചു പോന്നു. നിന്റെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. കണ്ടോ, ഇത്രയും സൗന്ദര്യമുള്ളവനെ, ഇത്രയും ജ്ഞാനസമ്പൂർണൻ, നീതികേട് കാട്ടും വരെ നിഷ്കളങ്കനായിരുന്നു. അവൻ്റെ നീതികേട് പിന്നെ പറയാം. വായിച്ചേ. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. പുള്ളിക്ക് ഈ ചെയ്ത പ്രവൃത്തി നിമിത്തം അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. കേട്ടെ, പാടുന്ന, പ്രസംഗിക്കുന്ന, ഉപകരണം കൈകാര്യം ചെയ്യുന്ന, ജീവിതത്തിൽ ദൈവം താലന്ത് തന്ന ഏതൊരാളും ഓർക്കണം, തമ്പുരാൻ്റെ ദാനം. ഹല്ലേലൂയ. ഈ തൊണ്ടയടഞ്ഞാൽ അനിൽക്കൊടിത്തോട്ടം എന്നൊരു മനുഷ്യനില്ല. ഈ വിരൽ ചലിക്കുന്നില്ലേ, നിങ്ങളില്ല. നിൻ്റെ അസ്തിത്വമായത്. ഇതിനോട് നീതി പുലർത്തി ജഗത്തിൻ ജീവിതം നയിപ്പാൻ നമ്മെല്ലാം ദൈവം പ്രാപ്തരാക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. സാഹസം കൊണ്ട് നിറഞ്ഞു. എന്നിട്ട് നീ പാപം ചെയ്തു. പിന്നെ അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു.
ഇനി ഇതേ കാര്യം യെശയ്യാവ് പ്രവചിക്കുന്ന കൂടി നോക്കാം. എങ്കിലേ നമ്മുടെ പ്രധാന വാക്യത്തിൽ വന്നില്ല. യെശയ്യാപ്രവചനം 14 അധ്യായം 10 മുതൽ വായിച്ചട്ടെ. യെശയ്യാ 14:10 മുതൽ. അവരൊക്കെയും ആ നിന്നോട് ആ നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായോ, ആ നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ എന്ന് പറയും. ആ നിന്റെ ആഡംബരവും ആ വാദ്യഘോഷവും മുമ്പ് കണ്ട സംഗതികൾ, നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി, പാതാളത്തിൽ വീണു. പിന്നെ നിന്റെ കീഴെ ആ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, പിന്നെ കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. പിന്നെ അരുണോദയ പുത്രനായ ശുക്ര, ആ നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ആ ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, ആ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ആ ഞാൻ സ്വർഗത്തിൽ കയറും. ഇവനെന്താ ചൊറ്റെന്നറിയണ്ടേ? ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ അവനെ ദൈവം കൊണ്ടെത്തിച്ച സ്ഥാനത്തുനിന്ന് പറയുക, ഞാൻ സ്വർഗത്തിൽ കയറും. പിന്നെ എൻ്റെ സിംഹാസനം ആ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ആ ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ ആ സമാഗമ പർവ്വതത്തിന്മേൽ ആ ഞാൻ ഇരുന്നരുളും. പിന്നെ ഞാൻ മേഘാനദങ്ങൾക്ക് മീതെ കയറും. ഞാൻ മേഘോന്നതങ്ങൾക്കുമീതേ കയറും. പിന്നെ ഞാൻ അത്യുന്നതനോട് സമനാകും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നത്രേ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഇതുകൊണ്ട് അടിച്ചെന്ന് നിന്നെ. പിശാചിൻ്റെ വീഴ്ച മനസ്സിലായോ? അവൻ വീണു. ഒരു മനുഷ്യനെ പരിധി വിട്ട് പ്രശംസിക്കരുതേ, അവനും പോക്ക നീയും പോക്ക. സ്തോത്രം. ആരെക്കുറിച്ചും അതിരിവിട്ട് സംസാരിക്കുമ്പോൾ ഒന്നാം സ്ഥാനം യേശുവിന് കൊടുത്തേ ഇടപഴകാവൂ. നമുക്ക് യേശുവിന് ചേരാത്ത ഒന്നും ആവശ്യമില്ല. പ്രൈസലോ, അതൊന്നും ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. മലയാളക്കരയിൽ കർത്താവേറെ ഉപയോഗിച്ചൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ശാലീനമായ ഇടപെടലും ലാളിത്യം നിറഞ്ഞ ജീവിതചര്യയും ജാതിമത ഭേദന്യേ മലയാളിയെ സ്വാധീനിച്ചു. മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുക്കളും നിരീശ്വരന്മാരുമല്ല ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമായിരുന്നു. ഇനിയിപ്പോൾ അതെല്ലാം വിട്ട് ആൾ വേറൊരു രൂപത്തിലെത്തി. ഇദ്ദേഹത്തെ അനുഗമിച്ച ഫാൻസ് അസോസിയേഷൻ കൂടെ കൂടി അതിലും വല്ലതായി. ഇപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ കണ്ടാൽ പാസ്റ്ററാണോ അതുമല്ല, അച്ഛനാണോ അതുമല്ല, പാച്ചൻ. പാച്ചന്മാരാരെങ്കിലും ഉണ്ടേ കീറി കളഞ്ഞിട്ട് പറയാം, പണി നോക്ക്. മനസ്സിലായോ? തിരുവല്ല വഴി നടക്കുക, താങ്ങും വിലങ്ങും. എനിക്കൊപ്പം പഠിച്ച ഒരുവൻ അതിലുണ്ടായിരുന്നു. ഞാൻ വഴി വെച്ച് കണ്ടു. ഞാൻ എൻ്റെ പൊന്നി ചങ്ങാതി ഇതൊക്കെ കളഞ്ഞിട്ട് വാ. എന്താ കാര്യം? അതിരുവിട്ട ധനം ചിലരെ തെറ്റിലേക്ക് നയിക്കും. പിടികിട്ടിയോ? അതുകൊണ്ട് ഈ പണക്കാരനാകാനുള്ള മോഹമൊക്കെ ഇന്ന് ഉപേക്ഷിച്ച് പോകാനുള്ള ആളുകൾ. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പി. ഹല്ലേലൂയ. ഇപ്പം ഞാൻ അതിലൊന്നും പോകുന്നില്ല. ഇപ്പം തന്നെ എനിക്ക് ആവശ്യത്തിന് പ്രശ്നമുണ്ട്. ഇനി പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള നേരമില്ല. അതുകൊണ്ട് പറഞ്ഞ ഉള്ളടക്കത്തിൽ വരാം. ഇവിടെ ഇതാ ഇവനെ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ഒരു ചോദ്യം, ഞാൻ ഈ ചോദ്യം ചില നാൾക്ക് മുമ്പ് ചോദിച്ചാലും മറുപടി തന്നില്ല. ഈ പിശാചിൻ്റെ തല വെട്ടി താഴെയിട്ടപ്പോൾ അത് പൂർണ്ണമായി നിറവേറിയെങ്കിൽ ഇന്നിപ്പോൾ ആരെയെ ശാസിച്ച് വിടുന്നതാ മുമ്പേ ചോദിക്കുന്നത്. ക്രൂശിലെ അല്ല, അവനെ വെട്ടി പാതാളത്തിലിട്ടു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ശാസിച്ച് വിടുന്ന ആരെയാ? ഏത് പിശാചിനെതിരെയാ നമ്മൾ ഈ ആത്മനിറവിലൊക്കെ ആരാധിച്ച് ജയമെടുക്കാനൊക്കെ പറയുന്നത്? അവനെ വെട്ടിയില്ലേ? അവനെ ആ വെട്ടിയിടുമ്പോൾ ഒരു വാക്യം കിടക്കുകയാണ്, നീ ഞങ്ങൾക്ക് തുല്യനായോ. ആരായി ഞങ്ങൾ? ഇവനേക്കാൾ വേറെ ആരുണ്ടോ? ആരായി ഞങ്ങൾ? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ. ഏത് ജാതി അവൻ താഴ്ത്തിയേ? അന്ന് ജാതി ഉണ്ടോ? നേഷനാകട്ടോ, രാഷ്ട്രം. രാഷ്ട്രങ്ങളെ മുടിച്ചവനെ. അന്ന് രാഷ്ട്രമുണ്ടോ? ഭൂമിയിലെ രാജാക്കന്മാരൊക്കെ പരസ്പരം പറയുക, നീ ഞങ്ങൾക്ക് തുല്യനായോ. ഞാനൊരു 3-4 പണ്ഡിതന്മാരോട് ചോദിച്ചു, ആരാച്ച ഞങ്ങൾ? ഭൂമിയിലെ
അതിൻ്റെ പണികളെയും അതിൻ്റെ പട്ടണങ്ങളെയും ഇടിച്ചവനെ. ഏത് പട്ടണമാണ് ഈ ലൂസിഫർ ഇടിച്ചേ? ഇനി എന്നെ പറഞ്ഞ ആ പള്ളി വരെ തീർന്നിട്ടില്ല, പക്ഷെ മറുപടി വന്നിട്ടില്ല. ഞാൻ മിണ്ടാ പോന്നു. ഉത്തരവുണ്ട്, ശ്രദ്ധിച്ചോ. ഉത്തരം പറഞ്ഞു പോകും. അപ്പോൾ സ്വർഗത്തിൽ കയറും, അത്യുന്നതിനോട് സമനാകും എന്ന് പറഞ്ഞവനെ അതിൻ്റെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു, സ്ഥാനഭ്രഷ്ടനാക്കി. അല്ല, അവനെ വെട്ടിയില്ലെന്ന്. അവനെ വെട്ടുവച്ചിട്ടേ ഉള്ളൂ, വെട്ടിയില്ല. അതെങ്ങനെ ഒക്കുന്നത്? അതേ ഒക്കൂ പറയാം, ശ്രദ്ധിച്ചേ. അവൻ്റെ ദൗത്യം അവനിൽ നിന്ന് എടുത്തു കളഞ്ഞു, അവനെ സ്ഥാനഭ്രഷ്ടനാക്കി. അവനിന്നും ഈ ഭൂതലം മൊത്തം പ്രവർത്തിക്കുന്നുണ്ട്. അവൻ ഇന്നും ചെല്ലുന്നുണ്ട്, പഴയ സ്ഥലം വരെ ചെന്നിട്ട് ഇയ്യോബിനെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് തിരിച്ചു പോരും. തള്ളിക്കളഞ്ഞതാ, അവൻ പോയിട്ട് തിരിച്ചതുപോലെ വന്ന് കുറ്റം പറയും. മുഴുലോകവും സാത്താൻ്റെ ആധിപത്യത്തിന് കീഴിൽ ദൈവ കിടക്കുക. സ്ഥാനം പോയവൻ, ആധിപത്യം ഒരു വിധത്തിൽ അവൻ പിടിച്ചെടുത്ത് ദൈവത്തെ കൊണ്ട് സമ്മതിപ്പിച്ച് മനുഷ്യരാശിയെ ക്രിസ്തുവിൽ നിന്ന് അകറ്റാൻ പലവിധ തന്ത്രങ്ങൾ അവൻ മെനഞ്ഞുകൊണ്ടിരിക്കുക. അവൻ്റെ മറുവശമുണ്ട്. ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കണം, അങ്ങോട്ട് കിടക്കണം, അത്യുന്നതനോട് അവൻ സമനാകും എന്ന് പറഞ്ഞപ്പോഴേ പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്തിരുന്ന ഒരുവൻ എഴുന്നേറ്റ് തൻ്റെ സമത്വം അങ്ങ് ഉരിഞ്ഞു വെച്ചിട്ട് അത് പിതാവിനെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് വേഷത്തിൽ മനുഷ്യനായി നമ്മുടെ ഇടയിലേക്കൊരു വരവ് വരുന്ന കണ്ടിട്ട് യോഹന്നാൻ വിളിച്ചു പറയുക, അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി വചനം ജഡമെടുത്ത് ഈ ലോകത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. സാത്താനായവൻ ദൈവസിംഹാസനത്തിന് തുല്യനാകാൻ കാത്തിരുന്ന് അങ്ങോട്ട് കിടക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവപുത്രൻ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന അത്ഭുത സംഭവത്തിൻ്റെ പേരാ സുവിശേഷം. അതുകൊണ്ട് ആരാധിക്കുന്നതിന് വേണ്ട ക്വാളിറ്റിയിലൊന്ന് താഴ്മയാണ്, വിനയമാണ്. ഇത് അഭിനയിച്ചല്ലോ, നോക്കിയല്ല. അഭിനയിക്കുന്ന ആളുകൾ 5 മിനിറ്റ് കഴിയുമ്പോഴതങ്ങ് പോവും. പിടികിട്ടിയോ? ചൊല്ലക്കണില്ലേ, കർത്താവിൻ്റെ ദാസനെ ക്ഷേമമായിരിക്കുന്നു. അപ്പോഴോർത്തോണം ഫെയ്ക്കാ. മനസ്സിലായില്ലേ? ഈ അതിരിവിട്ട വിനയം തലകുനിച്ച് അങ്ങ് വല്ലാതെ താഴുമ്പോഴും ഓർക്കണം, ഇത് ജനുവിനല്ല, സാത്താന്യം. അതൊക്കെ കൊണ്ട് ഉപേക്ഷിച്ചോണം ഈ നാട്യം. മനസ്സിലായോ? യേശു നാട്യമൊന്നുമില്ല. യേശു സാത്താനെ വിളിക്കുന്നത് പച്ചയ്ക്കങ്ങ് വിളിക്കുക. പത്രോസിനെ കയറി നാട്യമില്ല. യേശുവിന് നാട്യമുള്ളവരെ ഇഷ്ടമല്ല. നഥനയിൽ എൻ്റെ അടുത്ത് ചെന്ന് ഫിലിപ്പോസ് പറഞ്ഞു, ഞങ്ങൾ മശിയെ കണ്ടെത്തി കേട്ടോ. ഇത് കേട്ടപ്പോൾ നഥനയേൽ മനസ്സിലാക്കി യേശു നസ്രത്തിൽ നിന്നാണ്. അവൻ നസ്രയനായ യേശു. നഥനയേൽ വായിച്ചറിഞ്ഞതും പഠിച്ചതും ക്ലാസ്സിലിരുന്ന് ഗ്രഹിച്ചതും ഒക്കെ അറിവ് വെച്ച് പറഞ്ഞു, ഈ നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഇവിടെ പഠിച്ചാലേ യെരുശലേമിൽ നിന്ന് വരുമെന്നാ. ഇത് മറുപടി പറയാനുള്ള ത്രാണി അന്തർഗോസിനില്ല. നമ്മളാണ് അതിന് മറുപടി പറഞ്ഞതങ്ങ് കുളവാക്കും. അന്തർഗോസ് പറഞ്ഞു, വന്ന് കാൺമീൻ, എനിക്ക് ഉള്ളു പറയാനൊന്നും അറിയില്ല. അങ്ങനെയാണ്. അങ്ങോട്ട് വാ. അറിയില്ലേ, അതേ ഉള്ളൂ. അറിവില്ലാതെ വിഷമിക്കുന്ന ഒരുത്തനെ കണ്ടിച്ച് പറയണം, നീ ഇങ്ങോട്ട് വാ, മനസ്സിലാക്കിത്തരാം. ഞാനതിനാ പറഞ്ഞ അന്യഭാഷയെക്കുറിച്ചും ദൈവാത്മ പ്രവൃത്തിയെക്കുറിച്ചൊക്കെ കൂടുതൽ തർക്കിക്കുന്നതിനെ എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്നുകിൽ ഭൂതവിളകും, അല്ലെങ്കിൽ അവൻ ആത്മാവ് വരും. ഇതിലേതിലും ഒന്ന് സംഭവിക്കും. ഭൂതവിളക്കിട്ട് ശാസിക്കരുത്, നമ്മളിഞ്ഞ് പോന്നേക്കണം. അതേന്നേ. പിന്നെ അങ്ങനെ ഒരു ട്രിക്കൊക്കെ ഉണ്ട് നമുക്ക്. അതുപോലെ നല്ലപോലെ നമ്മളങ്ങോട്ട് ആരാധിച്ച് ശക്തിപ്പെട്ട് കഴിയുമ്പോൾ ഇതൊക്കെ നിലച്ചുപോയി എന്ന് പറയുന്നവന് മറ്റവൻ കയറിഞ്ഞ് പ്രവൃത്തി തുടങ്ങും. നമ്മൾ നേരെ ആശീർവാദം പറഞ്ഞു പോരണം, അങ്ങ് കൈകാര്യം ചെയ്തോളൂ. എൻ്റെ അനുഭവം പറയുന്നത്, ഞങ്ങൾ വൈദ്യുതി സെമിനാരിൽ പഠിക്കുമ്പോൾ പെന്തിക്കോസുകാർ ഞങ്ങൾ കുറേ പേരേ ഉള്ളൂ. അത് പെന്തക്കോസ് സ്ഥാപനമൊന്നും അല്ല, ഞാൻ ഹയർ സ്റ്റഡിക്ക് പോയതാണ്. അവിടെ ഒരുത്തിന് ഭൂതം പിടിച്ചു. ഭൂതവിളകിക്കഴിഞ്ഞപ്പോൾ ഈ ബാപ്റ്റിസ്റ്റ് സഹോദരന്മാരും ബ്രദർ സഹോദരന്മാരും എല്ലാം കൂടെ കൂടി പെന്തക്കോസുകാരായ നമുക്ക് തരികയല്ല അവനെ. ഇവനെ പിടിച്ചുകൊണ്ട് ലൈബ്രറി കയറി അവന് ചുറ്റും നിന്നുകൊണ്ട് പാടുക, ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മേഡ്. എന്തോ ഒരു ബോധ നടന്ന സംഭവം. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഇടാ പുൽപ്പിറ്റി കമൻട്രി മാത്യു ഹെൻറിയുടെ പുസ്തകവും
അവിടെ ഇരുന്നത് ഭൂതത്തിൻ്റെ ഒരു കരുണ. ഒരു ഭൂതം അല്ലേ, അത് വെച്ച് അവനെ താങ്ങിയനെ ഷെൽഫും മറിച്ചിട്ട്. ഭൂതമൊന്നും പോയില്ല. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വിടച്ച, ഞങ്ങൾ കാണിച്ചു തരാം. ചിലപ്പോൾ ആൾ ഈ തെരുവിൽ കിടന്ന് അടിയുണ്ടാകുമ്പോൾ ഒരുത്തനെ കയറി പിടിക്കുകയല്ലേ, പിടിച്ചിട്ടൊന്നുമില്ല. അവൻ തന്നെ പറയുന്നത് എന്നെ പിടിക്കരുത് കേട്ടോ, എന്നെ പിടിക്കരുത്. അവനെ ആര് പിടിക്കാനാ? അപ്പോൾ മറ്റേ പുള്ളി പറയാം അവനെ പിടിക്കണ്ട, ഇങ്ങോട്ട് വിടുക, അവൻ വരാനൊന്നുമല്ല. സാത്താൻ ഇളകി വരുമ്പോൾ ഇങ്ങോട്ട് വിട്. ഞങ്ങളവനെ വിടാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവല്ല. അതിൻ്റെ കാരണം കൂടെ പറഞ്ഞേക്കാം. പിശാചിൻ ദാസ്യരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അതാണ് സുവിശേഷം. വ്യക്തത വന്നോ? അത് ഈ അവതാരമല്ലെന്ന് ഞാൻ തറപ്പിച്ച് പറയാൻ കാരണം അവതാരം എന്നൊരു പദമേ ബൈബിളിലില്ല. ദൈവപുത്രൻ അവതാരങ്ങളിലൊന്നായി അവതരിച്ച് വരികയല്ല, ജഡത്തിലൊരു മനുഷ്യനായിട്ടിങ്ങ് വന്നെന്ന്. അവൻ്റെ ക്രൂശീകരണം നടന്നേ, അക്ഷരാർത്ഥത്തിൽ ക്രൂശീകരിക്കപ്പെട്ടു. സ്തോത്രം. അതിലേക്ക് വരാം. അവൻ ക്രൂശിച്ചപ്പോൾ സംഭവിച്ചെന്താ? സാത്താൻ്റെ തല തകർന്നു. പക്ഷെ ഇപ്പോൾ വിടുന്ന സാത്താനോ? അതാ പറയാൻ പോന്നെ. സഭയെടുക്കപ്പെടും വരെ സാത്താന്യ ശക്തികൾക്ക് ഭൂമിയിൽ പ്രവർത്തിക്കാൻ കർത്താവ് അനുമതി കൊടുത്തിരിക്കുക. ഇതിന് അനുമതി കൊടുക്കുന്നറിയണ്ടേ? നമ്മൾ പേടിക്കാനൊന്നുമില്ല. സംഹാരകനെതിരെ വരുമ്പോൾ ഒരു ചിഹ്നം വരച്ചിട്ടുണ്ട് നമുക്ക്. മുദ്രയുള്ള ഒരുത്തനെയും തൊടരുത്. യേശുവിൻ്റെ രക്തത്താൽ മുദ്രണം സ്വീകരിച്ച പരിശുദ്ധാത്മാവെന്ന മുദ്രയുള്ള ഒരാളെയും തൊടാൻ ദുഷ്ടൻ ഇടവരാത്ത വിധം അവൻ സൂക്ഷിച്ചിട്ടുണ്ടോ നമ്മളെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ഒന്നും ചെയ്യാൻ അവന് സാധിക്കില്ല. ധൈര്യത്തിരുന്നോ, തൊടത്തില്ല അവൻ. നമ്മളെ കാണുമ്പോഴവൻ തിരിച്ചു പോകും. ഞാൻ മഹാവീടേക്കിടെ സഭ പോകുന്നൊക്കെ പറഞ്ഞെന്നാണ് കുറേ എണ്ണം പ്രചരിപ്പിക്കുന്നത്. അവന് മനസ്സിലാകുന്നില്ല എന്താ പറയുന്നത്. നിങ്ങൾക്കെങ്കിലും മനസ്സിലാകണേ എന്താ പറയുന്നതെന്ന്. ശ്രദ്ധിച്ച് കേൾക്കണേ. മഹാവീട എന്താ, സാധാരണ വീട എന്താ? ഇവനോട് ഈ തെറി വിളിക്കുന്ന കേട്ട് വീടയാന്നാ? ഒന്നുമല്ല, വീടാ. ഒരു കാളിൻ്റെ മുമ്പിൽ വന്ന് വടക്കം പൊട്ടിച്ചാൽ പീഡയാവുമോ? എടാ, പീഡ വലുതാ, സംഭവം വരുന്നു. മനസ്സിലായില്ലേ? ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ദൈവം തൻ്റെ ജനത്തെ തൻ്റെ ക്രോധം വഴി വിടൂല. സംഗതി രണ്ടും പഠിക്ക്. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. വെളിപ്പാട് 11:18 പറയുക. രണ്ടാം വകുപ്പ് രണ്ടായിട്ട് കാണണം. അക്കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകും. മത്തായി 24:29 വായിക്കണ്ട, അങ്ങനെ എഴുതിയേക്കുന്നേ. രണ്ടാ ദൈവക്രോധത്തിൻ്റെ തീച്ചുളയിൽ ലോകം വെന്തുരുകുമ്പോൾ ദൈവത്തിൻ്റെ സഭ ഭൂമിയിലില്ല, ക്രിസ്തുവിലെത്തിക്കഴിഞ്ഞാലുള്ള കാര്യം എന്താ അറിയോ? ക്രിസ്തുവിലെത്തി തേജോരൂപിക്ക് തീക്കകത്ത് വീണാലും ഒന്നും പറ്റത്തില്ല. മനസ്സിലായോ? തേജോരൂപിയായി. അതിന് മുമ്പൊരു പണിയുണ്ട്. 3 പേർ ചേർന്ന ഇനിയുള്ള കാലത്തെ പ്രവൃത്തി. 1, ലൂസിഫർ എന്ന പഴയ പാമ്പ്. 2, എതിർ ക്രിസ്തു എന്ന ഏകാധിപതി. ഇവരെ രണ്ടിനെയും യോജിപ്പിക്കുന്ന കള്ളപ്രവാചകൻ എന്ന ഫോൾസ് പ്രോഫറ്റ്. ഇതിൽ എതിർ ക്രിസ്തുവിനെ വായിലെ ശ്വാസത്താൽ ഉമിണ്ണുകളഞ്ഞ കർത്താവ് അവനെയും കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഗന്ധകത്തിപ്പൊയ്കയിലിടും. മറ്റവനോ, പിശാചുണ്ടല്ലോ, ഇവരെ ക്യാപ്റ്റൻ, അവനെ പിടിച്ച് ബന്ധിക്കും 1000 കൊല്ലം. ബൈബിളിൽ എഴുതിയിരിക്കുന്ന സാത്താനില്ലാത്ത എതിർ ക്രിസ്തു നശിച്ചു പോയ, കള്ളപ്രവാചകനില്ലാത്ത 1000 ആണ്ട്, അതിനാ ബൈബിൾ പറയുന്ന സഹസ്രാബ്ദ വാഴ്ച, 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ചയുടെ മനോഹാരിത ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതിന് നേരം പോരാ, അവസാനിപ്പിക്കണം എനിക്ക്. 1000 ആണ്ട് വാഴ്ച തീരുമ്പോൾ ഭൂമി പെരുകി
മനുഷ്യ സമൂഹം വർദ്ധിച്ച് ഭൂമി മുഴുവനാകും. ആ മനുഷ്യർ ദൈവസഭയല്ല. കാരണം എന്താ? ദൈവസഭ ദൂതതുല്യരായി വിവാഹത്തിന് കൊടുക്കുന്നില്ല, വാങ്ങുന്നില്ല. ക്രിസ്തുവിൻ ശരീരമായി ക്രിസ്തുവിനോട് ചേർന്ന് ദൈവത്തിൻ്റെ സഭ നിൽക്കുമ്പോൾ തേജോരൂപികളായവർ ക്രിസ്തുവിനൊപ്പമെങ്കിൽ സന്താനപുഷ്ടിയുള്ളവനായി പെറ്റുവരുകാൻ ആദമിനെ അനുഗ്രഹിച്ച ദൈവം തൻ്റെ ഒരു ദിവസം ഈ ഭൂമിയിൽ എങ്ങനെ ഇരിക്കും എന്ന് കാണിച്ചു തരുന്ന 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് കഴിഞ്ഞവനെ അഴിച്ചുവിടും. അവൻ നന്ദി കെട്ട ഒരു പറ്റം ആളുകളെ തന്നിലേക്ക് ആകർഷിച്ച് യേശുവിനെതിരെ അന്ത്യകലാപത്തിനിറങ്ങിത്തിരിക്കും. ആ കലാപത്തിനിറങ്ങിത്തിരിക്കുന്ന ലൂസിഫർ എന്ന ശക്തി എണ്ണത്തിൽ കടൽക്കരയിലെ മണൽ പോലെ പെരുപ്പമുള്ള ഒരു ജനതയുമായി യേശുവിനെ ഏറ്റുമുട്ടാൻ വരുമ്പോൾ നമ്മുടെ കർത്താവ് 1000 വർഷം നിലനിൽക്കുന്ന ആ ഭരണം അതിമനോഹരമായി അതിൻ്റെ സമാപ്തിയിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ അധികാരമോഹത്തിൻ്റെ വിത്തിട്ടുകൊണ്ട് ജനങ്ങളിൽ കുറേ ആളുകളെ അന്നും പിടിച്ചെടുക്കും. യേശുവിനെതിരെ കലഹിക്കാൻ പോകുമ്പോൾ പിതാവ് സ്വർഗത്തിലിരുന്ന് കണ്ട് ന്യായവിധി നടത്തുന്ന രംഗമാ 2-ാം സങ്കീർത്തനം. ദാവീദ് ആത്മാവിൽ കാണുക. ദാവീദ് പറയുക, ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ നടപ്പിലാകാത്ത വ്യർത്ഥമായ കാര്യങ്ങൾ ചിന്തിക്കുന്നു, അധിപതിക്കെതിരെ കൂട്ടം കൂടുന്നു, യഹോവയുടെ അഭിഷിക്തന് വിരോധമായി സംസാരിക്കുന്നു. ആകയാൽ ഭൂമിയിലെ രാജാക്കന്മാരെ ബുദ്ധി പഠിക്കുക. വേറൊന്നുമല്ല, അവനെ ആക്രമിക്കാൻ ചെല്ലുന്ന വഴിക്ക് പിതാവ് നിന്നെയൊക്കെ നശിപ്പിക്കും. വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ ഒറ്റ വഴിയുണ്ട്. ആ വഴി ക്രിസ്തുവാ. ചെന്നങ്ങ് ചുംബിച്ച് ക്ഷമ പറ. ഹല്ലേലൂയ. ആ യുദ്ധത്തിൽ ലൂസിഫർ എന്നവനെ പിടിച്ച് കെട്ടി ഗന്ധക തീപ്പൊയിലേക്ക് തള്ളും. കണ്ടല്ലോ. പക്ഷെ ഓപ്പൺ ചെയ്തത് അവനല്ല. 1000 കൊല്ലം മുമ്പേ അതിൻ്റെ സമർപ്പണ ശുശ്രൂഷ കഴിഞ്ഞതാണ്. ആരാ പോയത്? കള്ളപ്രവാചകനും ഇത് ക്രിസ്തുവും. അവരെ തട്ടിയിട്ട ഇവനെ പൂട്ടിയിട്ട്. അങ്ങനല്ലേ? ഇത് മനസ്സിലായില്ല. സഹസ്രാബ്ദത്തിൻ്റെ തുടക്കത്തിന് മുമ്പ് മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ച് തീപ്പൊയ്കയിൽ തള്ളി. അത് 2ാമത്തെ മരണം. അങ്ങോട്ട് തള്ളി. 1000 കൊല്ലം കഴിഞ്ഞിട്ട് അവരെ ക്യാപ്റ്റനെയും പിടിച്ച് അതേ സ്ഥാനത്തേക്ക് ഇട്ടു. അന്നാണ് അവൻ്റെ വീഴ്ച പൂർണ്ണമാകുന്നത്. ഇത് കാലങ്ങൾക്കപ്പുറത്ത് കണ്ടിട്ട് യെശയ്യാവ് പറയുക, നീ വെട്ടേറ്റ് നിലത്ത് വീണതെങ്ങനെ? അന്നാണ് നിവൃത്തിയാകുന്നതെന്ന്. നിവൃത്തിയായതല്ല, നിവൃത്തിയാകാനുള്ള പ്രവചനം. ആ വീഴ്ച കണ്ടിട്ട് ഇവന്മാർ തങ്ങളിൽ പറയുന്ന, നീ ഞങ്ങൾക്ക് തുല്യനായോ? ഞങ്ങളോർത്തു ഭൂമിയെ പട്ടണങ്ങളെ ഇടിച്ച് ജാതികളെ തമ്മിൽ ഭിന്നിപ്പിച്ച നീയെങ്കിലും പിടിച്ചു നിൽക്കും, ഞങ്ങൾക്കോ അധോഗതി പറ്റി. പക്ഷേ നീയുമിതാ ഞങ്ങൾക്ക് തുല്യനായി കൃമികളരിക്കുന്ന അധമപാതാള നരകത്തിൽ വന്ന് പീഡിപ്പിക്കപ്പെടുവാൻ വന്നിരിക്കുന്നു. ദണ്ഡന തീപ്പൊയ്കയിൽ അന്ന് യെശയ്യാപ്രവചനത്തിൻ്റെ നിവൃത്തി. ഇപ്പം നമുക്കൊരു ചോദ്യം, പിന്നെന്തിനാ യെശയ്യാവ് പറഞ്ഞത് വീണോന്ന്? യെശയ്യാവ് അത് മാത്രമല്ലല്ലോ പറഞ്ഞേ. യെശയ്യാവ് ഒരിക്കൽ പറയാ, നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അന്ന് മോനും കിട്ടിയില്ല, 700 കൊല്ലം കഴിഞ്ഞത് കിട്ടിയേ. എന്തിനാ അങ്ങനെ പറഞ്ഞേ? അതാ ബൈബിൾ പ്രവചനങ്ങളുടെ പ്രത്യേകത. നടക്കാനിരിക്കുന്ന സംഭവം നടന്നതുപോലെ പറയും. അത് തെറ്റല്ല, കൂടുതൽ ശരിയാ. എന്താ കാര്യം എന്നറിയണ്ടേ? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് നടന്നതാണെന്ന്. സ്ഥലം, കാലം, സമയം ഇവയുടെ ഭേദമില്ലാത്ത, ഗതിഭേദങ്ങളാൽ ആച്ഛാദനമില്ലാത്ത ദൈവം ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞത് അനുദപിക്കാൻ അവൻ മനുഷ്യനല്ല, സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ വെട്ടേറ്റു, അങ്ങനെ അവൻ്റെ തല തകർന്നു. ക്രൂശിൽ ജയോത്സവം നമ്മൾ കൊണ്ടാടി. എന്താ കാര്യം? അവൻ തകർന്നു. ഈ തകർച്ചയാ ക്രൂശിൽ സംഭവിച്ചതെന്ന്. ഇപ്പം മനസ്സിലായോ?
ക്രൂശിലെ തകർച്ച തല ചതച്ച് തകർത്തവനെ എവിടെ ഇട്ടു? ആദമനരകത്തിൽ, ലേക്ക് ഓഫ് ഫയർ. അവിടെ കിടന്ന് രാപ്പകൽ പീഡിപ്പിക്കപ്പെടും, നിത്യനരകം. അതാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ മറുവശം തനിക്കായി കാത്തിരിക്കുന്ന ഭക്തന് നിത്യതയെന്ന അനന്തകോടി വർഷങ്ങളിലെ മനോഹര വിശ്രാമം. അതാ സുവിശേഷത്തിൻ്റെ സത്യം. ഇന്ന് രാത്രി ഞാൻ ഉപസംഹരിക്കാൻ ബാധ്യസ്ഥനാകുന്നു. ഇവിടം വിട്ട് കടന്നു പോകുന്ന ദൈവത്തിൻ്റെ ദാസ്യദാസന്മാരൊന്ന് മനസ്സിലാക്കണം. ദൈവരൂപത്തിലിരുന്നവൻ സാത്താന്യ ശക്തികളുടെ തല തകർത്ത് ജയാളിയായി നമുക്ക് ഒരു രാഷ്ട്രം പ്രദാനം ചെയ്തു. ദൈവരാജ്യം സ്ഥാപിച്ചിട്ട് അവൻ പോയത്. അവൻ സ്ഥാപിച്ച ദൈവരാജ്യത്തിൻ്റെ പേരാ ദൈവത്തിൻ്റെ സഭ. മനസ്സിലായോ? അതിഞ്ഞ് വന്നു കഴിഞ്ഞു. പിന്നെയും വരണേ വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. അത് വന്നു കഴിഞ്ഞു. പക്ഷേ ഒരു ദിവസം ഈ ചെക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ ലിക്വിഡ് ക്യാഷാക്കി മാറ്റും എന്നാ നിത്യത കരഗതമാക്കുന്ന വേളയിൽ. അപ്പോഴാണ് ദൈവരാജ്യം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അപ്പോയിൻ്റ് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനരെ, എന്തിനാ യേശു ഇങ്ങനെ വന്നേന്നറിയണ്ടേ? നമ്മൾ പലപ്പോഴും യോഗങ്ങളെല്ലാം മധ്യേ പ്രസംഗിക്കുന്നവരും പാടുന്നവരും എല്ലാം പറയാറുണ്ട്, നമ്മുടെ കർത്താവ് തേജോരൂപിയായി. ഞങ്ങളുടെ അവിടെയൊക്കെ ആൾക്കാർ പറഞ്ഞ തേജസ് വാരി ചുറ്റി വന്നെന്നാണ്. തേജസ് വാരി ചുറ്റി. ഇത് കേട്ടവർക്ക് ഇത് ചുറ്റാൻ പോലും ഉള്ളൊരു സമയമില്ലാതെ പെട്ടെന്ന് ധൃതി പിടിച്ച് വലിച്ചു വാരി ആ തേജസ്സും ധരിച്ചുകൊണ്ട് വന്നേക്കുക. ഞാൻ ചോദിക്കുന്നു, ഈ തേജസ് ധരിച്ച ക്രിസ്തു ഇന്ന് രാത്രി ഇവിടെ വന്നാൽ ഇതറിഞ്ഞാൽ മുഖ്യമന്ത്രി വരെ വരുമല്ലോ, ഇവിടെ പ്രധാനമന്ത്രിയല്ല ഇവിടെ വരും. എന്താ കാര്യം എന്ന് കാണാൻ സകല ടി വിക്കാരും ഇവിടെ കാണും. അല്ല, മന്ന ടി വി മാത്രമല്ല, മുഴുവൻ ആളിവിടെ വരും. ഭൂമി മുഴുവൻ ഇവിടെ തടിച്ചു കൂടുകയല്ലേ. അങ്ങനെയാ. കർത്താവ് അങ്ങനെയൊന്നും അല്ല വരുന്നേ. കർത്താവ് വന്നത് വേറെ രൂപത്തിലാന്ന് പറയുന്നുണ്ട്. ഞാൻ നഗ്നനായി നിൻ്റെ അടുത്ത് വന്നു, ഞാൻ വിശപ്പുള്ളവനായി നിൻ്റെ അടുത്ത് വന്നു, നീ എനിക്ക് ഭക്ഷണം തന്നോ, നീ എന്നെ ഉടുപ്പിച്ചോ, നീ എന്നെ കെയർ ചെയ്തോ. ഇങ്ങനെയുള്ള യേശുവിനെ എത്ര പേർക്ക് കാണാൻ പറ്റും? അതാ വെളിപ്പാട്. അങ്ങനെയുള്ള യേശു ഇറങ്ങി വരുന്ന കരവ് കണ്ടിട്ട് ഒരുത്തനും പിടികിട്ടുന്നില്ല. ഇന്നും മനുഷ്യൻ്റെ അവസ്ഥ അതാ. തേജോരൂപിയെ കാത്തിരിക്കെ വേഷത്തിൽ മനുഷ്യനായി ദാ ഒരുത്തൻ വരുന്നു. ആ രംഗം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കണം. അക്കാലത്ത് യേശു ജഡം ധരിച്ചു വരും മുമ്പ് തേജോമയനായ മറ്റൊരു മനുഷ്യനെ ലോകം കണ്ടു. മുടി നീട്ടി വളർത്തി, സൗന്ദര്യവാനായി, മുഖം ദൈവ തേജസ് കൊണ്ട് ജ്വലിക്കുന്നൊരു മനുഷ്യനെ, പേര് സ്നാപകൻ. സ്നാപകൻ തൻ്റെ അപ്പനായ സക്കറിയാവിന് ശേഷം പൗരോഹിത്യ വസ്ത്രം അണിഞ്ഞുകൊണ്ട് ആലയത്തിൽ ധൂപം കാണിക്കേണ്ടവനാ. പക്ഷെ അങ്ങനെ ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും വെട്ടുക്കിളിയും കാട്ടുതീനും ആഹാരമാക്കി മാറ്റിക്കൊണ്ട് യോർദാൻ്റെ തീരത്ത് നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഈ മനുഷ്യനെ കണ്ട് നാട്ടുകാരമ്പരന്നു. കാരണം ആ മുഖം അത്ര ജ്വലനമാണ്. അവനോട് ചോദ്യം ചോദിക്കാൻ ഇൻ്റലിജൻസ് വന്നു. പുരോഹിതന്മാർ വിട്ട ആളുകൾ വന്നിട്ട് ചോദിക്കുക, നീ ആരാ വാസ്തവത്തിൽ പറ, ഞങ്ങൾക്കറിയണം. അവർ തന്നെ ചോദിക്കുക, നീ ലോകത്തെ രക്ഷിക്കാൻ വരുന്ന മശികയാണോ? പറ. പറഞ്ഞേ, അല്ലല്ല. നീ യെശയ്യാവാണോ? അല്ല. നീ ഇരമ്യാവോ? അല്ല. നീ പ്രവാചകനോ? ആരാ നീ പറ. അവർ ഊഴം കഴിഞ്ഞപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാനിതൊന്നുമല്ല. ഞാൻ പിന്നെ ആരാന്ന് പറയാം. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. ഓഡിയൻസിൻ്റെ മുമ്പിലല്ല, 10,000 തടിച്ചുകൂടുന്നിടത്തല്ല, കേൾക്കാൻ ആരുമില്ലാത്ത മരുഭൂമിയിൽ, ഒരു പ്രതികരണവും ഉളവാകാത്ത സ്ഥലത്ത്, ആരും പ്രോത്സാഹിപ്പിക്കാനില്ലാത്ത ഇടത്ത്
ഞാൻ ഒറ്റയ്ക്ക് നിന്ന് വിളിച്ചു പറയും, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു. യോഹന്നാൻ പറയുമ്പോൾ 10,000 അവിടെ കൂടെയില്ല. പക്ഷെ ആ ശബ്ദം കെട്ടിറങ്ങി തിരിച്ച ക്രിസ്തുവിൻ്റെ അനുഗാമികളുടെ എണ്ണം 10,000 കൊണ്ടോ 1,00,000 കൊണ്ടോ തീർന്നില്ല. കോടാനുകോടികൾ അനുഗമിക്കുന്നവൻ യേശുവാ. ഹല്ലേലൂയ. ആയിരങ്ങളല്ല, കോടാനുകോടികൾ അവനെ അനുഗമിച്ചു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സന്തോഷം, ഈ ശബ്ദം കേട്ടിട്ട് ഒരു സാധു മനുഷ്യൻ യേശുവിനെ അനുഗമിച്ചു. പേര് അന്ത്രയോസ്. കൂടെ ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരവിടെ എഴുതിയിട്ടില്ല. ഈ അന്ത്രയോസ് നമ്മുടെ പത്രോസിൻ്റെ ചേട്ടനാണ്. അദ്ദേഹം ഇറങ്ങിത്തിരിക്കുമ്പോൾ എൻ്റെ സന്തോഷം എന്താണെന്നറിയണ്ടേ, ഈ യാത്ര തുടങ്ങുമ്പോൾ യേശു ഒരു അത്ഭുതവും ചെന്ന് ചെയ്തിട്ടില്ല. കടലും മീതെ നടന്നിട്ടില്ല. 5 അപ്പം കൊണ്ട് 5,000 കൊടുത്തില്ല. ചുരുക്കി പറഞ്ഞാൽ അത്ഭുതമൊന്നും ചെയ്തിട്ടില്ല. ഒരു പ്രസംഗം നടത്തിയിട്ടില്ല. ആകെപ്പാടെ അന്ത്രയോസ് ഇദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ. ഇറങ്ങിത്തിരിച്ച് അന്ത്രയോസ് വീട്ടിൽ ചെന്നിട്ട് പറയാ, അനിയനെ വിളിച്ചിട്ട് പറയാ, കുഞ്ഞേ, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നവനെ ഞാൻ കണ്ടെത്തി. ഇന്ന് പലരും അത്ഭുതം ചെയ്ത ക്രിസ്തുവിനെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ, കടലും മീതെ നടന്നവനെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ, അവനെ ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി, അവനായ എൻ്റെ രക്ഷകൻ. ആ നോട്ടം വിലപിടിപ്പുള്ള നോട്ടമാണ്. ആ നോട്ടത്തിന് ഉതകുന്ന ചില ഹൃദയങ്ങളെ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണുന്നു. നമുക്കവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയാം, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നവനെ ഞാൻ കണ്ടെത്തി. ജീവിതത്തിൽ ഏറ്റവും മഹത്തര കണ്ടെത്തൽ ആ കണ്ടെത്തലാ. കേട്ടവർക്കൊക്കെ അത്ഭുതം. അവൻ്റെ പിന്നാലെ ആളുകൾ അനുഗമിച്ചു. പക്ഷേ ഒരു കാര്യം ഗ്രഹിക്കേണ്ടത്, അവൻ്റെ പിന്നാലെ ആളുകൾ അനുഗമിക്കുമ്പോൾ യേശുവിന് 12 ശിഷ്യന്മാരുടെ കൂടെ ഒരു 3 പേരെ അഡീഷണലായിട്ട് തിരഞ്ഞെടുത്തു. ആ കൂടി അന്ത്രയോസ് ഇല്ല. യേശുവിൻ്റെ ആദ്യ ശിഷ്യനാ, പക്ഷേ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കകത്ത് വന്നില്ല. മരണം വരെയും വന്നില്ല. നമ്മളാണെങ്കിൽ അന്നേരം വേറെ പ്രസ്ഥാനം ഉണ്ടാക്കും. ഞാൻ ആദ്യം ഇറങ്ങി, പക്ഷേ എനിക്കൊരു പരിഗണനയും കിട്ടിയില്ല, ഇങ്ങനെ പറയും. പക്ഷേ അന്ത്രയോസിനറിയാം, ഏത് കമ്മിറ്റി എന്നാലും ഒരു ദിവസം വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, കഴിവുകേട് കാണിച്ചാൽ പുറത്തു പോകും. ലോകത്തൊരുത്തിനും എങ്ങനെ പാര വെച്ചാലും പോകാത്തൊരു പദവി അന്ത്രയോസിൻ്റെ പോക്കറ്റിലുണ്ട്. ഒരുത്തിനും പറ്റില്ല കളയാൻ. അന്ത്രയോസിനും പറ്റിയില്ല. ഏതാണെന്നറിയണ്ടേ? യേശുവിൻ്റെ ആദ്യത്തെ ശിഷ്യൻ അവനാ. ഹല്ലേലൂയ. കോടിക്കണക്കിന് ക്രിസ്ത്യൻ്റെ അനുഗാമികൾ ലോകത്തുണ്ടെങ്കിൽ നമ്മുടെ നിരയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് അന്ത്രയോസ്. ഇറങ്ങിത്തിരിച്ച നാളിൽ ഇത്രയും വലിയൊരു ബൃഹത് പ്രസ്ഥാനമായി മാറാൻ ഈ സ്ഥാപനത്തിന് കഴിയുമെന്നൊന്നും സ്വപ്നം കാണാൻ കഴിയാത്ത കാലത്ത് യേശുവിനെ കണ്ടിറങ്ങിത്തിരിച്ചവൻ്റെ വെളിപ്പാടാ ഏറ്റവും വലിയ വെളിപ്പാട്. ജനകോടികൾ മുഴുവൻ വാഴ്ത്തി സ്തുതിക്കാൻ പോകുന്നവൻ ഇവനാണെന്ന് അന്ന് കണ്ട് ബോധ്യപ്പെട്ടതാ ഏറ്റവും വലിയ കാഴ്ചപ്പാട്. ജനകോടികളെന്ന് സ്തുതിക്കുമെന്ന് മാത്രമല്ല, നിത്യതയുടെ കവാടം ഇവനാണെന്ന തിരിച്ചറിവിൽ സംശയം ലേശമില്ലാതെ യേശുവിനെ അനുഗമിച്ചവൻ്റെ ആ ചങ്കൂറ്റമാ ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ ആധാരം. ഈ ആധാരത്തിൽ, ഈ അടിസ്ഥാനത്തിൽ നിന്ന് ജഗജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. ഈ വാർഷിക കൺവെൻഷൻ ഇവിടെ പര്യവസാനിക്കുമ്പോൾ അടുത്ത ദിനങ്ങളിലും യോഗമുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഈ സന്ദേശം കൂടെ തീരുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ഒന്ന് ഉറപ്പിച്ചു കൊള്ളണം, ഞങ്ങൾ അനുഗമിക്കുന്നവൻ്റെ ശ്രേഷ്ഠത. സാത്താന്യ ശക്തിയുടെ തല തകർത്തുകൊണ്ട് വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്ന് അവൻ ഇന്നും ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുക. ഏത് വില്ലും വരട്ടെ, ഏത് നിയമവും വരട്ടെ, ഭൂമിയിൽ ഏറ്റവും മനുഷ്യരാൽ ആകർഷിക്കപ്പെടുന്നവൻ ഇന്നും അവൻ തന്നെയാ. ഏറ്റവും അധികം പാട്ടുകൾ പിറവികൊള്ളുന്ന അവനെക്കുറിച്ചാ. എന്നും ആരാധ്യൻ അവൻ മാത്രമാ. ഉലകം മുഴുവൻ സ്വീകരിക്കപ്പെട്ടവൻ അവൻ മാത്രമാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങളില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനും പറ്റില്ല, അത് സത്യമാണ്. പക്ഷെ ഒരു കാര്യം, നമ്മളാരും യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ വെളിപ്പാടിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. കാണാം. ഞാൻ കണ്ടിട്ടില്ല.
കണ്ടിട്ടുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്, കള്ളം പറയുന്നവരെയും കണ്ടിട്ടുണ്ട്. അത് കള്ളമാണോ ശരിയാണോ എന്നറിയാൻ ഞാനൊരു പരീക്ഷണം നടത്താറുണ്ട്. ഓ, കർത്താവിനെ കണ്ടു, എങ്ങനെ ആ രൂപമൊക്കെ ഒന്ന് പറഞ്ഞു വരുമ്പോഴേ മനസ്സിലായി ഇവൻ കണ്ടത് ഡാവിഞ്ചി വരച്ച ആ താടിക്കാരനെയാണ്, ഏതോ ഒരു പടമാണ്. മനസ്സിലായില്ലേ? അടുത്തായിട്ട് ചോദിക്കാനുള്ള ടെക്നിക്കുണ്ട്. എങ്ങനെ ആ കൈയൊക്കെ, ആ കൈ എൻ്റെ ദൈവദാസനെ ഇവിടുന്ന് രക്തം ഇങ്ങനെ ഒലിക്കിയല്ലേ, അവിടെ നിന്നൊന്നുമല്ല കൈ, മുറിപ്പാട് അവിടെ നിന്നല്ല, എൻ്റെ ഇവിടെ ആ സ്പേസ് മാറിപ്പോയി, പടം വരച്ചവൻ ചെയ്തു വെച്ച തെറ്റാ, അതിങ്ങനെ ആളുകൾ ഘോഷിക്കുക. ഞാൻ ക്രൂശീകരണം എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്, കണ്ടാൽ മനസ്സിലാവും ക്രൂശീകരിക്കുന്ന രീതിയൊക്കെ. അവനാ കണ്ട പുള്ളിയേ അല്ല, ഡാവിഞ്ചി വരച്ച താടിക്കാരൻ, പിക്കാസോ വരച്ചതാ, മൈക്കിളാഞ്ചലോ ഒക്കെ വരച്ച പടം കണ്ട അവനെ ആരാധിക്കുന്നത്. പക്ഷെ ഞാനിതുവരെ യേശുവിനെ ദർശനത്തിലോ സ്വപ്നത്തിലോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ എനിക്കൊരു സന്തോഷം, ഈ പത്രോസിനേക്കാൾ, അന്ത്രയോസിനേക്കാൾ, യാക്കോബിനേക്കാൾ, യോഹന്നാനേക്കാൾ എനിക്ക് യേശു നല്ലൊരു അനുഭവമാണ് എന്ന് പറയും. നിങ്ങളങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കൊരു വിഷമം, നമ്മൾ അവരെക്കാൾ വലിയ പുള്ളിയാണെന്നാണ് ആ ഭാഷ. ഞാനങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്തങ്ങനെ? പറയാം. 33.5 വർഷത്തിൽ അവസാനത്തെ 3.5 കൊല്ലം ഒരുമിച്ച് നടന്ന് കിട്ടിയ ഫുഡൊക്കെ അടിച്ച്, യേശുവിൻ്റെ കൂടിയവന് സമൃദ്ധ ഭക്ഷണമല്ലേ. നമ്മൾ ഇന്നലെ വിരിവും സ്വോത്രകാഴ്ച ഒന്നും ഇല്ല, അങ്ങ് കൊടുക്കുകയല്ലേ യേശു. കിലുങ്ങാത്ത സ്വോത്രകാഴ്ച വരട്ടെ എന്നൊന്നും പറയത്തില്ല. യേശു ഒരു പ്രസംഗം കൊണ്ട് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പറയും. കൊടുത്ത് ഒടുവിൽ തൻ്റെ പ്രാണനെയും കുടിഞ്ഞ് തരിക, അതും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. അവസാനം നമ്മൾ പറഞ്ഞു, ഒരുത്തന് വസ്ത്രം എടുത്താൽ അവർ പുതപ്പൂടെ കൊടുത്തേക്കാൻ പറഞ്ഞു. കൊടുത്ത് ഒരിക്കൽ അടിക്കാൻ വന്നാൽ അടി നിന്ന് കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. ഇന്നതൊക്കെ മാറ്റി ആളുകൾ വേറെ വലിയ പരിപാടിയൊക്കെ ചെയ്തു തരിക. കഴിഞ്ഞിടയ്ക്ക് കണ്ടു കേട്ടു, ഒരിടത്ത് ഈ പരസ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഒരു മനുഷ്യൻ കയറി തല്ലിയപ്പോണ്ട് അവനെ പറഞ്ഞ് തീർക്ക് പെട്ടെന്ന്. തീർന്നോ? തീരട്ടെന്നാ. അപ്പോൾ ഈ പരസ്യം നടത്തിയവനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കുറേ പേര് വന്ന് തല്ലി. ഇവരൊരു 6-7 പേര് കൂടി അവനെ തിരിച്ചല്ലി. ഇവിടെ ഈ കേസായില്ല, വഴക്കായില്ല, ആകെ വിഷയമായി. എടിയിൽ പോലീസ് പിടിച്ചു. ഇവിടെ ഒരു SI ചോദിച്ചു, പ്രായമുള്ള മനുഷ്യനാ, നീ എന്തിനായി അവരവിടെ പ്രസംഗിച്ചുകൊണ്ട് ഇടയ്ക്ക് പോയി അവരെ പിടിക്കാനും ഇത് ഉഴപ്പാനും തല്ലാനും ഒക്കെ ആയിട്ട് എന്തിനാ നീ തല്ലിയേ? ഈ മനുഷ്യൻ പറയാം, എൻ്റെ പൊന്നു സാറേ, പാസ്റ്റർമാരാന്നോർത്താ ഞാൻ തല്ലിയേ. പിടി കിട്ടിയോ? അതെല്ലാം കാരണം മനസ്സിലായോ? പാസ്റ്റർമാരാന്നോർത്താ ഞാൻ തല്ലിയേ, ഇനിയും ചെയ്യലെന്ന്. ഇങ്ങനെ കൊണ്ട് യേശു അതല്ല ചെയ്തേ. തല്ലാൻ വരുമ്പോൾ തല്ലിക്കോ, ആണി അടിക്കണോ, ഇന്നാ പിടിച്ചോ, അറസ്റ്റ് ചെയ്യണോ, ഇന്നാ കിടക്കുന്നതേ. നിനക്ക് എന്താ വേണ്ട? ഭക്ഷണം വേണോ? സമൃദ്ധിയായിട്ട് കൊണ്ടു, ഒരു കൊട്ട കൂടുതലും കൊണ്ട് അപ്പം. ഇതെല്ലാം കണ്ട് അനുഭവിച്ച് അത്ഭുതം കണ്ട് കണ്ണിറഞ്ഞ 12 പേര്. കടൽ മീതെയൊക്കെ യേശു ഇങ്ങോട്ട് വരുമ്പോൾ ആ ഗലീലിയ കടൽ തീരത്തേക്ക് അനുഭവം എന്താ? തെറ്റിദ്ധരിക്കരുത്. എനിക്കിവിടെയൊക്കെ ക്ലാസ് ഉണ്ട്. ഈ സ്ഥലത്തൊക്കെ പോയി നിന്ന് ഇവിടുന്ന് വരുന്നവരൊക്കെ നിന്നിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. ആ രംഗമൊക്കെ കൊണ്ട് പറയുമ്പോൾ ആളുകളങ്ങ് ആത്മനിർവൃത്തിയുടെ പ്രത്യേക ഒരു തലത്തിലെത്തും. പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കണ്ടനുഭവിച്ച് കൂടെ വന്നവൻ ഭയചകിതമായൊരു രാത്രിയിൽ യേശുവിനെ നോക്കിയിട്ട് പറയാ, ഞാനവനെ അറിയുന്നു പോലുമില്ല, എനിക്കറിയില്ല. ഭക്ഷണം കഴിച്ചവൻ, കൂടെ നടന്നവൻ, കടലും മീതെ നടന്നു പോന്ന കണ്ടുല്ലസിച്ചവൻ, കഴുതപ്പുറത്ത് വന്നപ്പോൾ ഓശാന പാടിയവൻ. പക്ഷെ ഞാനിന്നിവിടെ കാണുന്നു, അവൻ കടലും മീതെ നടന്ന കാണാത്തവൻ, 5 അപ്പത്തിൻ്റെ ഓഹരി കൈപ്പറ്റാത്തവൻ, അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നതൊന്നും നേരിട്ട് കാണാത്ത 100 കണക്കിന് ജനങ്ങൾ ഇന്നിവിടെ ഉണ്ട്. നമുക്ക് പറയാം, ഇതൊന്നും കണ്ടില്ലെങ്കിലും, പാലസ്തീനി ജനിച്ചില്ലെങ്കിലും, യഹൂദനായി പിറവി കൊണ്ടില്ലെങ്കിലും,
അക്ഷരാർത്ഥ കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും ഞങ്ങൾ നിന്നെ അനുഭവിക്കുന്നു. നിന്നെക്കുറിച്ചുള്ള ചിന്തകളാണ് ഞങ്ങളുടെ ആവേശം. നീ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ജ്വലിപ്പിക്കുന്ന ചിന്തയാ ഞങ്ങളുടെ പ്രചോദനം. അതാ പറഞ്ഞ നമ്മൾ ഭാഗ്യവാന്മാരാന്ന്. ആ നമ്മെ കണ്ടിട്ട് യേശു പറയും, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. അമനോഹര ഭാഗ്യവത വീട് ജയജീവിതം കരകതമാക്കാൻ നിരാതി നമുക്കെല്ലാം കഴിയട്ടെ. കണ്ണുകളടച്ചാട്ടെ, പ്രാർത്ഥനയ്ക്കൊരുങ്ങട്ടെ, എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാക്കട്ടെ. എല്ലാവരും തങ്ങളെ തന്നെ സമർപ്പിച്ചാട്ടെ. ദൈവരൂപത്തിലിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് താണലോകത്ത് വന്ന അവിടുത്തെ മഹത്വത്തെ അനുഗമിപ്പാൻ ഭാഗ്യസിദ്ധിച്ച് നമുക്ക് പറയാം, നീയാണെൻ്റെ പ്രാണപ്രിയൻ. നീ വന്നത് അടിയന് വേണ്ടി, മുഴു പ്രപഞ്ചത്തിൻ്റെയും വിടുതലിന് വേണ്ടി. അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ. ആ രക്ഷകൻ ഹൃദയത്തിൽ ഉദിക്കുകയും അവനെക്കുറിച്ചുള്ള ചിന്തകളുടെ പ്രസരണം ഉലകത്തിലെത്തിക്കുകയും ചെയ്യുന്ന മഹത്തരമായ ക്രിസ്ത്യ ജീവിതത്തിൽ സാക്ഷ്യം വഹിപ്പാൻ ഈ വചനം കേട്ടേവർക്കും അത്യുന്നതൻ പ്രാപ്തിയാക്കട്ടെ. തുറന്നുള്ള ക്രമീ